കൊളസ്ട്രോൾ നിയന്ത്രിക്കാനായി സ്റ്റാറ്റിൻ വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ കഴിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. ഇന്നത് 40 വയസ്സിൽ കഴിഞ്ഞ ഒട്ടുമിക്കവരും കൊളസ്ട്രോൾ കുറയ്ക്കാനായി ദിവസവും ഒന്നോ അതിലധികമോ ഗുളിക കഴിക്കുന്നവരാണ്. മാത്രമല്ല, കുട്ടികളുടെ പോലും രക്തപരിശോധന നടത്തിയാൽ ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും ഒക്കെ കൂടിക്കാണുന്നത് സാധാരണമായിരിക്കുന്നു. എന്താണ് ഇതിന് കാരണം? എന്താണ് ഈ കൊളസ്ട്രോൾ? എന്താണ് ഈ ട്രൈഗ്ലിസറൈഡ്? കൊളസ്ട്രോൾ കുറയ്ക്കാനായി കഴിക്കുന്ന മരുന്നുകൾ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുമോ? പാർശ്വഫലങ്ങൾ എന്തെല്ലാം? പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാനായി കഴിക്കുന്ന മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നത് പലതരം പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാം എന്നാണ്. ജീവിതശൈലിയിലെ അപാകതകളാണ് രക്തത്തിലെ അമിത കൊഴുപ്പിനും അതുമൂലമുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്കിനും പക്ഷാഘാതത്തിനും ഒക്കെ കാരണം എന്നാണ് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത്. രക്തത്തിലെ അമിത കൊഴുപ്പ് മരുന്നില്ലാതെ ജീവിതശൈലി ക്രമീകരണത്തിലൂടെ നോർമലാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ആരോഗ്യം ഉത്തമമായി നിലനിർത്താനാകൂ. അതെങ്ങനെ സാധ്യമാക്കാം എന്ന് നോക്കാം. ഒരു ഹെൽത്ത് ടിപ്പ് തരിക എന്നതിനുപരി ഈ രോഗത്തിൻ്റെ കാരണങ്ങളെയും രോഗം നേരത്തെ കണ്ടെത്താനുള്ള മാർഗങ്ങളെയും രോഗം ശരീരത്തെ എത്രമാത്രം ബാധിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള പരിശോധനാ രീതികളെയും മോഡേൺ മെഡിസിനിൽ ലഭ്യമായ ചികിത്സാ രീതികളെയും അവയുടെ ഗുണദോഷങ്ങളെയും പരിമിതികളെയും കുറിച്ച് അറിവ് നൽകുകയും ഒപ്പം തന്നെ ജീവിതശൈലിയുമായി ഈ രോഗങ്ങൾക്കുള്ള ബന്ധവും ജീവിതശൈലി ക്രമപ്പെടുത്തുന്നതിലൂടെ രോഗപ്രതിരോധവും രോഗമുക്തിയും എങ്ങനെ സാധ്യമാക്കാമെന്നും മനസ്സിലാക്കാൻ സഹായിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതിനാൽ വീഡിയോ കുറച്ച് നീണ്ടുപോകാം. കൂടുതലായി ഈ രോഗത്തെക്കുറിച്ചും അത് എങ്ങനെയാണ് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് എന്നറിയാനും മനസ്സിലാക്കി അതിൽ നിന്ന് മോചനം നേടാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണിത്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾ പരിശോധനകൾ നടത്തി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നുകൾ കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യാവൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. ഈ കൊളസ്ട്രോൾ കൂടിയാൽ എന്താണ് പ്രോബ്ലം, അല്ലെങ്കിൽ എന്താണ് സിംറ്റംസ് എന്ന് ആദ്യമായിട്ട് നോക്കാം. അതായത് നമുക്ക് ലക്ഷണങ്ങൾ, കൊളസ്ട്രോൾ കൂടിയെന്നുള്ള ലക്ഷണം എന്താണ്? യൂഷ്വലി തുടക്കത്തിൽ കൊളസ്ട്രോൾ കൂടിയാൽ ഒരു ലക്ഷണം ഉണ്ടാവണമെന്നില്ല. കുറച്ച് നാളുകൾ കൊളസ്ട്രോൾ കൂടി നിൽക്കുമ്പോഴാണ് നമ്മുടെ ഈ സ്കിന്നിൻ്റെ അടിയിൽ കൊളസ്ട്രോൾ അടിഞ്ഞ്, കൊളസ്ട്രോളും കൊഴുപ്പും കൂടെ, കൊളസ്ട്രോൾ മാത്രമല്ല ലൈപ്പിഡ്സ് ആണ്, അതായത് കൊഴുപ്പാണ് അടിഞ്ഞത്. അതിനൊരു സാന്തലാക്സ്മ എന്ന് പറയും. നമ്മുടെ സാധാരണ കണ്ണിന് ചുറ്റും, അതായത് ഏറ്റവും കട്ടി കുറഞ്ഞ സ്കിന്നാണല്ലോ കണ്ണിന് ചുറ്റുമുള്ളത്. അപ്പോൾ അതിൻ്റെ വരാം. പിന്നെ ഉള്ളത് ആർക്യൂസ് സെൻറ്റിലിസ് എന്ന് പറയും. അത് കണ്ണിൻ്റെ ഈ നമുക്ക് വൈറ്റും നമ്മളുടെ കോർണിയയും സ്ക്ലീറയും തമ്മിലുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടല്ലോ, ആ സ്ഥലത്ത് ഒരു വൈറ്റ് റിങ് പോലെ വരാം. അതിന് ആർക്യൂസ് സെൻറ്റിലിസ് എന്ന് പറയും. അത് പ്രായമായവരിൽ വരാം, പക്ഷെ അതിന് മുമ്പേ തന്നെ ഇത് കാണുകയാണെങ്കിൽ അത് ഈ കൊളസ്ട്രോളോ ഒക്കെ കൂടുതലുള്ളവരിലായിരിക്കാം. പിന്നെ നമ്മളിപ്പം ബ്ലഡ് പരിശോധനയ്ക്കായിട്ട് എടുക്കുമ്പോൾ നമ്മളിത് സെൻട്രിഫ്യൂജ് ചെയ്ത് ഈ അണുക്കളെ മാറ്റും. എന്നിട്ട് അതിൻ്റെ സീറമാണ് പരിശോധനയ്ക്ക് എടുക്കുന്നത്. അപ്പം ഈ അവസാന ലാബിലൊക്കെ അപ്പം തന്നെ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അത് സെൻട്രിഫ്യൂജ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇത് വരയ്ക്കും കാണുമ്പോൾ തന്നെ നമുക്ക് ലാബ് ടെക്നീഷ്യന് ടെസ്റ്റ് പോലും ചെയ്യാതെ പറയാൻ പറ്റും ഒത്തിരി കൂടുതലുണ്ടെങ്കിൽ. അതൊരു പാല് പോലെ ഇരിക്കും. സാധാരണ നല്ല ഒരു സ്ട്രോ കളേർഡ് എന്നൊക്കെ ഒരു ക്രീമി, ഒരു യെല്ലോയിഷ് കളറിലിരിക്കുന്ന, അതും ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ഇത് നല്ല പാല് പോലെ ഇരിക്കും. അതൊക്കെ ഒത്തിരി കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടുതലുണ്ട് ഡിസ്ലൈപ്പിഡിയാമ എന്ന് പറയുന്ന കണ്ടീഷനിൽ. അപ്പോൾ നമ്മൾ ടെസ്റ്റിലേക്ക് പോയാൽ നമ്മൾ പരിശോധന നോക്കുമ്പോൾ ഇത് തന്നെയാണ്. ബ്ലഡ് നോക്കുക, ലൈപ്പിഡ് പ്രൊഫൈൽ എന്നാണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് കൊളസ്ട്രോൾ ഉണ്ട്, ട്രൈഗ്ലിസറൈഡ് ഉണ്ട്, പിന്നെ HDL, LDL, VLDL എന്നുള്ള ഒരു, അതായത് ഫോസ്ഫോലൈപ്പിഡ്, ഹൈ ഡെൻസിറ്റി ഫോസ്ഫോലൈപ്പിഡ്സ്, അങ്ങനെ ഇതാണ് വരുന്നത്. പിന്നെ ബേസിക്കലി നമ്മൾ ഈ ടെസ്റ്റുകൾ നോക്കുമ്പോൾ, ഇപ്പോൾ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ഒരു കെമിക്കൽ എൻറ്റിറ്റിയാണ്. ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലിസറിൻ ആറ്റം, അതിൻ്റെ കൂടെ 3 ഫാറ്റി ആസിഡ്സ്. ഈ ഫാറ്റി ആസിഡ്സ് തന്നെ 4 ടൈപ്പ് ഉണ്ട്. ഒന്ന് സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. സാച്ചുറേറ്റഡ് ഫാറ്റിൽ തന്നെ പല, അതിൻ്റെ ഫാറ്റിൻ്റെ ലെങ്ത് അനുസരിച്ച്, ഫാറ്റി ആസിഡ്സിൻ്റെ ലെങ്ത് അനുസരിച്ച് സ്മോൾ ചെയിൻ, മീഡിയം ചെയിൻ അങ്ങനെയൊക്കെ പറയും. പിന്നെ അതിൽ തന്നെ പിന്നെ ഉള്ളത് അതിൻ്റെ ഒമേഗ 3യും 6ഉം 9ഉം. ഈ ഒമേഗ 3യും 6ഉം ആണ് എസെൻഷ്യൽ ഫാറ്റ് എന്ന് പറയും. അപ്പോൾ ഈ എസെൻഷ്യൽ ഫാറ്റ് ഉള്ളപ്പോൾ ഇതാണ് എസെൻഷ്യൽ ഫാറ്റ് നമുക്കൊരു വൈറ്റമിൻ പോലെയാണ്. ആക്ച്വലി നമ്മുടെ എല്ലാ ബോഡിയുടെ എല്ലാ മെക്കാനിസംസിനെയും കൺട്രോൾ ചെയ്യുന്നത്. അതായത് നമ്മൾ ബ്രെയിൻ ആണ് നമ്മളുടെ ബോഡിയിലെ കൺട്രോൾ ഇത് വെക്കുന്ന, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ബ്രെയിനാണ് എല്ലാത്തിൻ്റെയും കൺട്രോൾ എന്ന്.
എന്ന് പറഞ്ഞാൽ ഓരോ സെല്ലിൻ്റെയും കൺട്രോൾ വരുന്നത് ന്യൂക്ലിയസാണ്. പക്ഷേ ഓരോ ഓർഗൻസിനെ ചുറ്റി ഈ ന്യൂക്ലിയസിനെ ചുറ്റിയാണേലും സെല്ലിനെ ചുറ്റിയാണേലും ഒക്കെ ഒരു സെൽ വോളുണ്ട്. ഈ സെൽ വോളിനെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഫാറ്റ് വെച്ചാണ്. ലൈപ്പിഡ് ബൈലെയർ എന്ന് പറയും. അതിനുള്ളിലേക്ക് അതിനകത്തേക്ക് ഈ ഫാറ്റി ആസിഡ്സ് അകത്തേക്ക് കിടക്കും. പുറമേ അതിൻ്റെ ഫോസ്ഫോലൈപ്പിഡ് ഹെഡും ഉണ്ടാകും. അപ്പം ഒരെണ്ണം വാട്ടറിനെ അബ്സോർബ് ചെയ്യും. വാട്ടർ ലൈപ്പോഫിലിക്കും ലൈപ്പോഫോബിക്കും ഒക്കെ പറയും. അത് ഒക്കെ നമുക്ക് വിട്ടുകളയാം. അപ്പോൾ അതിനൊരു പ്രത്യേക മെക്കാനിസത്തിലാണ് അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള ഈ ഒമേഗ 3യും 6ഉം ആണ് നമ്മളുടെ ന്യൂക്ലിയസുമായിട്ടും പുറമേ നിന്നുള്ള മെംബ്രെയിനുമായിട്ടും ഉള്ള മെസ്സഞ്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഈ ഒമേഗ 3 എന്ന് വരുന്ന ചില ഹയർ കെമിക്കൽ സാധനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഈ ലൈപ്പിഡ്സ് നമ്മളുടെ ബോഡിയിലെ കൊഴുപ്പ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊഴുപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ബ്രെയിനിൻ്റെ ഓൾമോസ്റ്റ് 60% കൊഴുപ്പാണെന്നുള്ളതാണ്. അപ്പം ബ്രെയിനിലെ മേജർ പാർട്ട് കൊഴുപ്പാണ്. അതേസമയത്ത് നമുക്ക് മറ്റുള്ള മസിലിലാണെങ്കിൽ മേജർ പാർട്ട് പ്രോട്ടീനും പിന്നെ വെള്ളമാണ്. പക്ഷെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം കൊഴുപ്പാണ് മേജർ പാർട്ട്. അതിനകത്ത് പ്രോട്ടീനൊന്നും കാര്യമായിട്ടില്ല. വെള്ളം പോലും അധികമില്ല. വെള്ളം ശരിക്കും ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡാണ് ചുറ്റി നടക്കുന്നത്. അപ്പം ഈ നമ്മളുടെ ബോഡി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കൊഴുപ്പാണ് നമ്മളെ പല പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡും നമ്മളുടെ ബ്ലഡിലുള്ള കൊഴുപ്പും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഇതിൽ. അതുകൊണ്ട് തന്നെ ഈ ലൈപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റും വെരി ഇമ്പോർട്ടൻ്റ്. അതായത് അതിനൊരു പാറ്റേൺ ഉണ്ട്. ആക്ച്വലി ലൈപ്പിഡ് പ്രൊഫൈലിൽ നമ്മൾ ട്രൈഗ്ലിസറൈഡ് ശരിക്കും നേരത്തെ എപ്പോഴും കൊളസ്ട്രോളിനായിരുന്നു കൂടുതൽ. കൊളസ്ട്രോൾ കൂടുക എന്നല്ലേ നമ്മളെപ്പോഴും പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പം മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ കൊളസ്ട്രോളിനേക്കാളും ട്രൈഗ്ലിസറൈഡ് കൂട്ടുക. ട്രൈഗ്ലിസറൈഡും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനേറ്റാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായിട്ട്. അതേസമയത്ത് കൊളസ്ട്രോൾ നമ്മുടെ ബോഡി തന്നെ ഉണ്ടാക്കുന്നത്. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. പിന്നെ HDL LDL എന്നൊക്കെ പറയുന്നത്, HDL എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയും നല്ല കൊഴുപ്പ്, LDL എന്ന് പറഞ്ഞാൽ ചീത്ത കൊഴുപ്പ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ HDL LDL തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. LDL എന്ന് പറഞ്ഞാൽ ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ, HDL എന്ന് പറഞ്ഞാൽ ഹൈ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ. അപ്പം ഹൈ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കാര്യമായിട്ട് ഈ ട്രൈഗ്ലിസറൈഡും കൊഴുപ്പും ഇല്ല. അപ്പോൾ ട്രൈഗ്ലിസറൈഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യലാണ് ഇതിൻ്റെ എല്ലാം കൊളസ്ട്രോളിനെയും ട്രൈഗ്ലിസറൈഡിനും ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കണ്ടെയ്നർ എന്ന് പറയാം ഈ ലൈപ്പിഡ് LDLും HDLും ഒക്കെ. അപ്പം LDL ഇതിനെ കൊണ്ട് അങ്ങോട്ട് പോകും, ബോഡിയിലേക്കെല്ലാം കൊണ്ടുപോകും. അപ്പോൾ അത് തിരിച്ചു എവിടെയെങ്കിലും എക്സ്ട്രാ കൊഴുപ്പ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ ബോഡിക്ക് കൂടുതൽ എനർജി ആവശ്യമുണ്ടെങ്കിൽ അതിനെ മറ്റുള്ളിടത്തോട്ട് കൊണ്ടുവരാനായിട്ടുള്ള സാധനം, അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ളതാണ് HDLന് വെയിറ്റ് ഹെവി ആയിരിക്കും. കാരണം അതിനകത്ത് ഫാറ്റ് കുറവാണ്. ഫാറ്റ് കൂടി വരുമ്പോഴേക്കും അതിൻ്റെ വലിപ്പം കൂടും, അത് ഹെവി വെയിറ്റ് കുറഞ്ഞു വരും, ലൈറ്ററാകും. അതാണ് ലോ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് കൊഴുപ്പെല്ലാം കുറഞ്ഞ് ഫാറ്റ് നമ്മളുടെ ബോഡിയിൽ കൂടുതലും നടക്കുന്നതാണ് കൂടുതലും നല്ലത്. കാരണം എവിടെയെങ്കിലും എക്സ്ട്രാ ഫാറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് വണ്ടി നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ആൾക്കാരെ എടുക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? KSRTC ബസ് അല്ലെ നമ്മുടെ സിറ്റി ബസ് നിറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളെ കയറ്റാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ കൊളസ്ട്രോൾ പോകുന്ന വണ്ടികളൊക്കെ MD ആയിട്ട് HDL ആയിട്ട് പോകും. ട്രൈഗ്ലിസറൈഡ് കൊഴുപ്പിനെ കൊണ്ടുപോകുന്ന കണ്ടെയ്നറുകൾ എപ്പോഴും MD ആയിട്ട് ഉള്ളത് കൂടുതലുണ്ടെങ്കിൽ, എവിടെയെങ്കിലും കൂടുതലുണ്ടെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ ഈ രക്തക്കുഴലുകളിൽ അടവാണല്ലോ, അതിനാണല്ലോ നമ്മൾ ഈ കൊളസ്ട്രോളിനൊക്കെ മരുന്ന് കഴിക്കുന്നതും രക്തക്കുഴലുകളെ അടവ് മാറ്റാനാണല്ലോ. അപ്പോൾ രക്തക്കുഴലിന് അവിടെ ഇവിടെയെല്ലാം കൊഴുപ്പടിഞ്ഞിരിക്കുക. അപ്പോൾ HDL കുറവുമാണ്, LDL ഒത്തിരി കൂടുതലും ആണെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ കൊഴുപ്പുണ്ട്, അതിനെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു മാർഗ്ഗം ഇല്ലെന്നാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് തിരിച്ചാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ട്രൈഗ്ലിസറൈഡ് കുറയണം. ട്രൈഗ്ലിസറിനെയാണ് ഈ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു മേജർ പാർട്ട് വരുന്നത്. സോ അതുകൂടെ കുറയ്ക്കാനാണ് നമ്മൾ നോക്കേണ്ടതെന്നുള്ളതാണ്. നെക്സ്റ്റ്, നമ്മൾ ഈ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊളസ്ട്രോൾ കൊണ്ട് എന്തിനാണ് ഈ കൊളസ്ട്രോളിൻ്റെ ആവശ്യം എന്താണെന്നുള്ളതാണ്. ബേസിക്കലി നമ്മൾ ഈ കൊളസ്ട്രോൾ കൂടുമ്പോൾ എല്ലാവരും പറയും നോൺ വെജ് ഒക്കെ നിർത്തണം എന്ന് പറയും. പക്ഷേ കൊളസ്ട്രോൾ ശരിയാണ്, നോൺ വെജ് ഐറ്റംസിലാണ് കൊളസ്ട്രോൾ ഉള്ളത്. പക്ഷേ നമ്മളുടെ ബോഡിക്ക് ഇപ്പം വെജിറ്റേറിയൻസിനും കൊളസ്ട്രോൾ കൂടാം. അപ്പോൾ അത് നോൺ വെജ് കഴിച്ചിട്ടല്ല. അപ്പം ഈ വെജിറ്റേറിയൻസിലൊക്കെ എന്തിനാണ് കൊളസ്ട്രോൾ കൂടുന്നത്?
അത് നമ്മളുടെ ബോഡിക്ക് കൊളസ്ട്രോൾ ഉണ്ടാക്കാം. അപ്പോൾ എത്ര വേണമെങ്കിലും നമ്മൾ ബോഡി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഈ നമ്മൾ എന്തിനാ ബോഡി കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത്? നമ്മുടെ സെല്ലിൻ്റെയൊക്കെ ബിൽഡിംഗ് ബ്ലോക്കാണ്. നമ്മുടെ സെല്ലിൻ്റെ ഇൻറ്റഗ്രിറ്റി എടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊളസ്ട്രോളാണ്. ഇപ്പം പ്ലാന്റുകൾക്കൊക്കെ ആണെങ്കിൽ വേറെ സെൽ വാൾ വേറൊരു മെക്കാനിസമാണ്. അപ്പം മനുഷ്യൻ്റെയും മറ്റു മൃഗങ്ങളുടെയും എല്ലാം സെൽ വാളിൻ്റെ ഇൻറ്റഗ്രിറ്റി കൊടുക്കുന്നത് കൊളസ്ട്രോളാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് സെല്ലിനെ ഉണ്ടാക്കണേ, നമുക്കൊരു സെല്ലിന് ഡാമേജ് വന്നാൽ പുതിയ സെല്ലിനെ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അല്ലെ കൊച്ചുകുട്ടികളിലാണെങ്കിൽ കൂടുതൽ സെൽ ഉണ്ടാകണമല്ലോ, അപ്പോഴല്ലേ ഒരു ഗ്രോത്ത് വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ കൊളസ്ട്രോൾ ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ദഹനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ബൈൽ ആസിഡ് ഉണ്ടല്ലോ, പിത്തരസം നമ്മൾ പറയല്ലേ, ഗോൾ ബ്ലാഡർ സൂക്ഷിച്ച് വയ്ക്കുന്നത്, അതുണ്ടാക്കണേലും കൊളസ്ട്രോൾ വേണം. പിന്നെ പലതരം ഹോർമോൺസ് ഉണ്ടാക്കണമെങ്കിൽ, അതായത് നമ്മുടെ സെക്സ് ഹോർമോൺസ്, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്ററോൺ, ഇതൊക്കെ ഉണ്ടാക്കുന്നത് കൊളസ്ട്രോളിൽ നിന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന വേറെ ഹോർമോൺസ് ഉണ്ട്, മിനറലോ കോർട്ടിക്കോയിഡ്സ്. അതായത് നമ്മൾ ആൾഡോസ്ട്രോൺ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്ന ഞാനുള്ള ഒരു മേജർ ഹോർമോണാണ് ആൽഡോസ്ട്രോൺ എന്ന് പറയുന്നത്. അതുണ്ടാക്കുന്നതും കൊളസ്ട്രോളിൽ നിന്നാണ്. അതുപോലെ സ്റ്റീറോയിഡ് ഹോർമോൺസ്, നമ്മളിപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇപ്പം എന്തെങ്കിലും കൂടുതൽ സിക്കായിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന രോഗങ്ങൾക്ക് എല്ലാം നമ്മൾ കൊടുക്കുന്നത് നമ്മൾ സ്റ്റീറോയിഡ് മരുന്നുകളെയാണ് ആശ്രയിക്കുന്നത്. ഈ സ്റ്റീറോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി തന്നെ ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ്, നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഹോർമോണാണ്. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും നമ്മളുടെ പല ഫങ്ഷൻസ് ഉണ്ട്, അതിൻ്റെ ഒരു ബാലൻസ് അത്യാവശ്യമാണ്. അതുണ്ടാക്കണമെങ്കിലും സ്റ്റീറോയിഡ്സ് വേണം. പിന്നെ ഈ ഗ്രോത്തിനൊക്കെ CoQ10 എന്നൊക്കെ പറഞ്ഞ് അത് കുറച്ചും കൂടി അൾട്ടിമേറ്റ് ഓക്സിഡേറ്റീവ് മെറ്റബോളിസത്തിന് വരുന്ന കുറേ കാര്യങ്ങളാണ്. അതിനും ഈ കൊളസ്ട്രോൾ വേണം. അതുപോലെ വൈറ്റമിൻ ഡി ഉണ്ടാക്കണം. വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ നമ്മൾ സൂര്യപ്രകാശത്തിൽ നിന്ന് നമ്മുടെ സ്കിന്ന് തന്നെ വൈറ്റമിൻ ഡി ഉണ്ടാക്കും, പക്ഷേ അതിനും കൊളസ്ട്രോൾ വേണം. അപ്പം ഈ മെക്കാനിസത്തിലൊക്കെ എന്തെങ്കിലും ബ്ലോക്കേജ് ഒക്കെ വരും, അതായത് ഈ സെക്സ് ഹോർമോൺ ഉണ്ടാക്കാനോ വൈറ്റമിൻ ഡി ഉണ്ടാക്കാനോ ഒക്കെ ഉള്ള ബ്ലോക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കൊളസ്ട്രോൾ അവിടെ കെട്ടിക്കിടക്കും. നമുക്കറിയാം, ഒരു കെമിക്കൽ ഫാക്ടറിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പ്രൊഡക്ഷൻ ബ്ലോക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റോ മെറ്റീരിയൽ അവിടെ കെട്ടിക്കിടക്കുമല്ലോ എന്ന് പറഞ്ഞതുപോലെ സംഭവിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ കൊളസ്ട്രോൾ കൂടുന്നത്. പിന്നെ ട്രൈഗ്ലിസറൈഡിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ട്രൈഗ്ലിസറൈഡാണ് നമ്മളുടെ ബോഡിയിൽ ഈ സെല്ലിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കായിട്ട്, അതായത് കൊളസ്ട്രോൾ അവിടെ ഇവിടെ പതിപ്പിക്കുക, നമ്മൾ ടൈലൊക്കെ പതിപ്പിക്കുന്ന പോലെ പതിപ്പിക്കുക, കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഭംഗിക്ക് വെക്കുന്ന പോലെയാണ്. പക്ഷേ ബേസായിട്ട് ഈ സെൽ വാളിനെ ഉണ്ടാക്കാനായിട്ട് വരുന്ന ട്രൈഗ്ലിസറൈഡാണ്. അപ്പം അതിൽ വേണ്ട അതിൻ്റെ ക്വാളിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിനകത്തെ omega-3, 6, 9 എത്രയുണ്ടെന്നുള്ളതാണ്. ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് ശരിക്കും പറഞ്ഞാൽ എനർജിക്ക് നല്ലതാണ്, പക്ഷെ മറ്റുള്ള ആവശ്യങ്ങൾക്ക്, അതായത് ബോഡി ബിൽഡിങ്ങിനായിട്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ സെല്ലുലാർ ഇൻറ്റഗ്രിറ്റി അത് സ്റ്റിഫാക്കി കളയും. അപ്പം നമ്മൾ ഈ സെൽ വാളിൻ്റെ ഒരു പ്രത്യേകത എന്തായിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ന്യൂട്രീഷൻ ഉള്ളിലേക്ക് പോകണം, വേസ്റ്റ് പുറത്തേക്ക് പോകണം. അപ്പം ഈ പ്രോസസ്സ് സ്മൂത്തായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ഫ്ലെക്സിബിൾ ആയിരിക്കണം സെൽ വാള്. അപ്പം ഈ സാച്ചുറേറ്റഡ് ഫാറ്റും അല്ലെങ്കിൽ ഈ ട്രാൻസ് ഫാറ്റും നമ്മൾ ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റും ഒക്കെ വെച്ച് നമുക്ക് ആവശ്യത്തിന് omega-3, 6, 9 ഇല്ലാതെ പോയി ഈ സാച്ചുറേറ്റഡ് ഫാറ്റൊക്കെ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഉള്ളതെടുത്ത് ഉപയോഗിക്കും. അങ്ങനെയാണല്ലോ നമ്മളെപ്പോഴും ബോഡി അതിൻ്റെതായ ഉള്ള സാധനം വെച്ച് മാനേജ് ചെയ്യാൻ നോക്കും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇൻറ്റഗ്രിറ്റി പോകും. അപ്പം നമുക്ക് ഏജിങ് കൂടും. അപ്പം സെല്ലിൻ്റെ ഏജിങ് കൂടുമ്പോൾ അപ്പം അതാണ് ബേസിക്കലി omega-3 ഒക്കെ കുറഞ്ഞു പോയി. omega-3 ആണ് ഇതിനകത്ത് ഏറ്റവും ഫ്ലെക്സിബിലിറ്റി കൂട്ടുന്നത്. പിന്നെ നെക്സ്റ്റ് omega-6, പിന്നെ omega-9. അപ്പം ഈ 3 എണ്ണമേ ശരിക്കും പറഞ്ഞാൽ മെയിനായിട്ട് വരാൻ പാടുള്ളൂ ഈ സെൽ വാളിൽ. അപ്പം അതില്ലാതെയൊക്കെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷൻ omega-3 ഒക്കെ കുറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ആ സെല്ലിൻ്റെ ഇൻറ്റഗ്രിറ്റിയും സെല്ലിൻ്റെ ലൈഫ് സ്പാനും കുറഞ്ഞു പോകും. നാച്ചുറലി നമ്മുടെ ബോഡി ഉണ്ടാക്കിയേക്കുന്ന സെല്ല് വെച്ചാണ്. അപ്പം നാച്ചുറലി ലൈഫ് സ്പാൻ കുറഞ്ഞു പോകും, നമ്മുടെ ലൈഫ് സ്പാൻ കുറഞ്ഞു പോകും. പിന്നെ നമുക്ക് ബോഡിക്ക് ഷേപ്പ് തരുന്നത് നമ്മുടെ ബോഡിയിലെ ഫാറ്റാണ്. അതുപോലെ ഒരു പ്രൊട്ടക്റ്റീവായിട്ട് ഇൻസുലേഷൻ, ചൂടും തണുപ്പും ഒക്കെ കൺട്രോൾ ചെയ്യാൻ, അതുപോലെ എനർജി സ്റ്റോറായിട്ടും ഏറ്റവും കോമ്പാക്റ്റായിട്ട് എനർജി സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നത് ഫാറ്റായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ബോഡിയിൽ ആണുങ്ങളിലാണെങ്കിൽ ഒരു 7 to 15% ഫാറ്റും ലേഡീസിലാണെങ്കിൽ ഒരു 15 to 25% ഫാറ്റുമാണ് നമ്മൾ ഐഡിയലായിട്ട് പറയുന്നത്. അതിൽ കൂടുതൽ വരുമ്പോഴേക്കും നമ്മൾ ഫാറ്റിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ അത് നല്ലതല്ല. അത് നമ്മളുടെ മെക്കാനിസംസ് എല്ലാം തെറ്റിക്കും. അതാണ് ഒബേസിറ്റിയിൽ വരുന്ന പ്രോബ്ലം. ഒബേസിറ്റി ഉള്ളവർക്ക് എല്ലാവരും പറയും എൻ്റെ മസിലും ബോണിൻ്റെയും വെയിറ്റാണ്. പക്ഷെ അങ്ങനെയല്ല, മസിലും ബോണിൻ്റെയും വെയിറ്റ് അല്ല. നമ്മൾ ഒബേസ് ആകുമ്പോൾ ഇപ്പോഴും അത് മുഴുവൻ എക്സസ് കൊഴുപ്പ് അടിയുന്നതാണ്.
അപ്പോൾ ആ കൊഴുപ്പ് വന്നു കഴിയുമ്പോൾ നമ്മളത് ഹൈഡ്രോ കാർബൺ, നമ്മൾ പറയുമല്ലോ കാർബൺ ഓറടിഞ്ഞാൽ കൊള്ളൂല എന്ന്, ഹൈഡ്രജനും കാർബണുമാണ്. ഇറ്റ്സ് എ ഹൈഡ്രോ കാർബൺ ആണ് കൊഴുപ്പെന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഓക്സിജനും കൂടെ ഉണ്ട്. അപ്പം ഈ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ഉണ്ട്. അത് ഒരു ലെസ് ദാൻ 1 kg വരുവുള്ളൂ. അത് ഗ്ലൈക്കോജൻ ആയിട്ടാണ് വയ്ക്കുന്നത്. അത് പെട്ടെന്ന് ഈസി ആക്സസ് ഫോർ ദ എനർജിയാണ്. മറ്റത് അതിലും അപ്പുറത്തേക്ക് വേണ്ടി വരുമ്പോൾ നമ്മൾ അല്ലാത്ത ഈ ഫാറ്റ് സ്റ്റോറാണ് എടുക്കുന്നത്. അതിനെ യൂസ് ചെയ്ത് എനർജി ആക്കണമെങ്കിൽ ഓക്സിജൻ വേണം. അപ്പം അതാണ് അതിൻ്റെ പ്രത്യേകത വരുന്നത്. അപ്പം നമ്മളെ ഫാറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ കൊളസ്ട്രോളിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ ഈ സ്റ്റാറ്റിൻ എടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫാറ്റിൻ്റെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് പറയാൻ കാരണം. നെക്സ്റ്റ്, നമ്മൾ ഈ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡൊക്കെ കൂടിയ എന്താ കുഴപ്പം എന്നുള്ളതാണ്. ഈ ബ്ലഡിൽ നമ്മൾ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടുമ്പോൾ, പ്രത്യേകിച്ച് ഈ LDL ഒക്കെ കൂടി വരുമ്പം പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് നമ്മൾ രക്തക്കുഴലുകളിലും അവിടെ ഇവിടെ എല്ലാം പോയി അടിയാൻ തുടങ്ങും. അപ്പോൾ ഈ ലൈപ്പിഡ് പ്രൊഫൈൽ അബ്നോർമൽ ആയിട്ടിരിക്കുന്ന ഒരു മിക്കവാറും ഫാറ്റി ലിവർ ഉണ്ടാവും. അത് ഫാറ്റി ലിവറിൽ തന്നെ കെട്ടിക്കിടക്കുക, ബ്ലഡിലും കെട്ടിക്കിടക്കുകയാണ്. ശരിക്കും ബ്ലഡിനെ ഒരു ടിഷ്യൂ ആയിട്ടാണ്, ഫ്ലോയിങ് ടിഷ്യൂ ആണ് ബ്ലഡ് എന്ന് പറയുന്നത്. അതിൽ കെട്ടിക്കിടക്കുന്നു. അതുപോലെ ലിവർ കെട്ടിക്കിടന്ന് ഫാറ്റി ലിവർ വരും. പിന്നെയും അതിനകത്തുനിന്ന് വീണ്ടും കൂടിക്കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ആകും. നോൺ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് വരാം. ആൽക്കഹോൾ കഴിക്കുന്നവർക്ക് അതിൻ്റെ വേറെ ഇതും കൂടെ, അതിൻ്റെ ഒപ്പം ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ ട്രബിളിലേക്ക് പോകും. പിന്നെ അത് സിറോസിസ് ആകാം. ലിവർ സിറോസിസ് വന്ന് ക്യാൻസറിലേക്കും ലിവർ ഫെയിലിയറിലേക്കും ഒക്കെ പോകാം. അതുപോലെ ബ്ലഡിനകത്ത് നിൽക്കുമ്പോൾ ഈ രക്തക്കൊഴലുകളിൽ കൂടി ഇങ്ങനെ ഒടിഞ്ഞുകൊണ്ടിരിക്കും. രക്തക്കൊഴലിൽ തന്നെ അടിയും. എല്ലാ ബോഡിയുടെ എല്ലാ പാർട്സിലും കൊണ്ട് ഇത് സംഭരിച്ചു വയ്ക്കാൻ നോക്കും. കൂടുതൽ ഇതല്ലേ, രക്തത്തിൽ ഇത്ര അളവേ വരാൻ പറ്റുള്ളൂ. അതങ്ങനെ സംഭരിക്കാൻ പറ്റാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള ഒരു മെക്കാനിസംസിന് തകരാറ് വരുമ്പോഴാണ് ഇതിങ്ങനെ ബ്ലഡിൽ കൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഈ രക്തക്കൊഴലുകളിൽ അടിയും. രക്തക്കൊഴലുകളിൽ അടിയുമ്പോഴാണ് ഈ ചെറിയ ചെറിയ മുഴകൾ പോലെ, ഉള്ളിൽ മുഴകൾ പോലെ വരും. അതിനാണ് നമ്മൾ പ്ലാക്സ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഈ ആൻജിയോഗ്രാം ഒക്കെ ചെയ്ത് നോക്കുന്ന, ഹാർട്ടിൽ ആൻജിയോഗ്രാം ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ രക്തക്കൊഴലുകളിൽ ഫാറ്റ് അടിഞ്ഞുണ്ടാകുന്നതാണ് ഈ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ബ്ലോക്ക് ഉള്ളവരിൽ അത് കുറയ്ക്കാൻ, അപ്പോൾ കൊളസ്ട്രോളും കൂടെ കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറയ്ക്കാനാണ് നമ്മൾ ആക്ച്വലി ഈ ബ്ലഡിലെ കൊഴുപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റാറ്റിനും മരുന്നുകളൊക്കെ എടുക്കുന്നത്. സ്റ്റാറ്റിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈഗ്ലിസറൈഡിൻ്റെ കാര്യത്തിൽ കാര്യമായ ബെനിഫിറ്റ് വരുന്നില്ല. ട്രൈഗ്ലിസറൈഡ് ഉണ്ടാക്കാനുള്ള കൊളസ്ട്രോൾ കുറയുമ്പോൾ ട്രൈഗ്ലിസറൈഡിൻ്റെ സിന്തസിസിനെയാണ് പലപ്പോഴും ബ്ലോക്ക് ചെയ്യുന്നത്. അല്ലാതെ ട്രൈഗ്ലിസറൈഡ് വരുന്നത് ശരിക്കും ഫുഡിൽ നിന്നാണ്. ഐതർ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഫാറ്റായിട്ടുള്ള നമ്മൾ ഈ ഓയിലും ഓയിൽ സീഡ്സും ഒക്കെ നേരെ ട്രൈഗ്ലിസറൈഡായിട്ട് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റേതാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ആവശ്യത്തിൽ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ കൊണ്ടുപോയി കൊഴുപ്പാക്കി മാറ്റി സംഭരിച്ചു വയ്ക്കണം. അപ്പം ഡയബറ്റിക് പേഷ്യൻസിന് എന്താ പറ്റുന്നത്, അതിന് കൊഴുപ്പാക്കൽ തന്നെ നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ കൂടുതൽ ഗ്ലൂക്കോസ് ഇങ്ങനെ ബ്ലഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് അത്ര കൂടുതലാണ്. അതിന് നമ്മൾ ഭക്ഷണം, നമ്മുടെ ഇൻറ്റസ്റ്റൈൻ നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ശരിക്കും നമ്മുടെ ബോഡിയിൽ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അത് അബ്സോർബ് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മുടെ അബ്സോർപ്ഷനിലൊരു തകരാറ് വന്നിരിക്കുക, ഓവറായിട്ട് വേണ്ടാത്തതും കൂടെ കയറി അബ്സോർബ് ചെയ്ത് പോകും. ചിലർ കാണാമല്ലോ, നമ്മൾ എത്ര കഴിച്ചു കഴിഞ്ഞാലും അവർ വെയിറ്റ് വെക്കുകയില്ല. അവർ കഴിച്ചു കഴിഞ്ഞാലും അത് നമ്മൾ ബോഡി ആക്സെപ്റ്റ് ചെയ്യില്ല. അതൊരു പോസിറ്റീവ് തിങ്ങാണ്. നമുക്ക് കറക്റ്റായിട്ട് വെയിറ്റ് ഉള്ളവർക്ക് ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചാൽ അവരുടെ ബോഡി ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഐഡിയൽ തിങ്. പക്ഷെ ചിലർക്ക് എന്താണെന്ന് വെച്ചാൽ ആ മെറ്റബോളിസത്തിൽ വന്നിരിക്കുന്ന ഇതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളവരാണെങ്കിൽ ബോഡി കിട്ടുന്നതെല്ലാം അബ്സോർബ് ചെയ്യാൻ നോക്കും, കഴിക്കാനും നോക്കും, ഭയങ്കര വിശപ്പുമായിരിക്കും. ഇപ്പം ഏതെങ്കിലുമൊക്കെ വൈറ്റമിൻസോ മിനറൽസോ ഒക്കെ കുറവാണെങ്കിൽ അപ്പം ബോഡിക്ക് എപ്പോഴും വിശപ്പ് വരും. അതൊരു ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആയിട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് വിശപ്പും വരും, കിട്ടുന്നതെല്ലാം അബ്സോർബ് ചെയ്യും, അതെല്ലാം കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാനും കൂടെ പറ്റും. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒബേസിറ്റിയിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് സ്വയം നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്ത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ വണ്ണം വയ്ക്കുന്നു എന്ന് തോന്നുമ്പം നമ്മുടെ ആ ഫുഡിനോടുള്ള ആ കൺട്രോൾ മെക്കാനിസംസ് കംപ്ലീറ്റ് കുറഞ്ഞ് പോയി വിശപ്പും പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ മതിയാവും. ഈ വെയിറ്റ് കൂടുതലുള്ളവർക്ക് ഭയങ്കര വിശപ്പായിരിക്കും. അതേസമയത്ത് അത് മറ്റുള്ളവർക്കാണ്, ഈ വെയിറ്റ് കുറവുള്ളവർക്കാണെങ്കിൽ പലർക്കും, പ്രത്യേകിച്ച് അണ്ടർ വെയിറ്റ് ഉള്ളവർക്കാണെങ്കിൽ വിശപ്പ് ഉണ്ടാവില്ല. ആ ഒരു ഇതാണ് വരുന്നത്. അപ്പം ഈ രക്തക്കൊഴലുകളിൽ ഇത് അടിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ടിലാണ് ഹാർട്ട് അറ്റാക്ക് വരാം, ബ്രെയിനിലേക്കുള്ളതിലാണെങ്കിൽ സ്ട്രോക്ക് വരാം. അതുപോലെ കാലിലേക്കുള്ള രക്തക്കൊഴലുകളിൽ അടിഞ്ഞു കഴിയുമ്പോഴാണ് വാസ്കുലോപ്പതി, അതുകൊണ്ട് കാലിലെ
രക്തക്കുഴലുകൾക്ക് ഡാമേജ് വന്നു കഴിഞ്ഞാൽ കാല് കറുത്ത് വരിക, അൾസർ വരികയൊക്കെ ചെയ്യാം. അതുപോലെ ന്യൂറോപ്പതി വരാം. അപ്പം അങ്ങനെ ഏത് ഓർഗനെയാണോ അഫക്റ്റ് ചെയ്യുന്നത് അതനുസരിച്ച് അത് ഇത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഈ ഹൈപ്പർ ടെൻഷൻ, പിന്നെ ഉള്ളത് ഹൈപ്പർ ടെൻഷൻ കൂടും, ബ്ലഡ് പ്രഷറിന് രക്തക്കുഴലുകൾക്ക് വികസിക്കാനുള്ള കഴിവ് കുറയും. അപ്പം ഇങ്ങനെ കൊഴുപ്പടിഞ്ഞ് കഴിയുമ്പോൾ രക്തക്കുഴലുകൾക്ക് വികസിക്കാനുള്ള കഴിവ് പോയി. അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രഷർ തന്നെ കൂടുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രഷർ, കാരണം അവിടെ ഇവിടെ എല്ലാം വഴിയെല്ലാം ബ്ലോക്കാണ്. അപ്പം ബ്ലഡിന് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രഷർ കൂടുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ രക്തക്കുഴലുകൾക്ക് ഇങ്ങനെ കൊഴുപ്പടിഞ്ഞ് വരുന്ന ഡാമേജ് കൊണ്ടാണ് പ്രഷർ കൂടുന്നതും. ഈ പ്രഷർ കൂടുന്നതുകൊണ്ട് നമുക്കറിയാം കണ്ണിൻ്റെ റെറ്റിനോപ്പതി വരും, ഹൈപ്പർ ടെൻസീവ് റെറ്റിനോപ്പതി. കിഡ്നിക്ക് വരും, കിഡ്നിക്ക് നെഫ്രോപ്പതി വരാം, ഹൈപ്പർ ടെൻസീവ് നെഫ്രോപ്പതി വരാം. അതുപോലെ ബ്രെയിനിൽ സ്ട്രോക്ക്. പിന്നെ ചിലപ്പം ചില സ്ട്രോക്കൊന്നും നമ്മൾ അറിയുക തന്നെയില്ല. TIA എന്ന് പറയുന്ന ട്രാൻസിയൻറ്റ് ഇസ്കീമിക് അറ്റാക്ക്. ചിലപ്പം ചെറിയൊരു പ്രോബ്ലമൊക്കെ വന്നിട്ട് 24 ഹവറിൽ മാറിയാൽ നമ്മളതിന് TIA എന്ന് പറയും. പിന്നെ ചിലത് സൈലൻ്റ് അറ്റാക്സ് ആയിരിക്കും. അപ്പം ചെറിയ ചെറിയ ബ്രെയിനിൽ വന്നിരിക്കുന്ന അറ്റാക്കുകളൊന്നും നമ്മൾ അറിയത്ത് പോലുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് പതുക്കെ പതുക്കെ നമ്മളുടെ മെമ്മറിയൊക്കെ കുറഞ്ഞു വരിക. പിന്നെ സെൻസറി നെർവ്സ്, നമ്മുടെ ഹിയറിങ്ങിൻ്റെ, ചെവിയിലേക്കുള്ള നെർവിന് ഡാമേജ് വന്നാൽ ഹിയറിങ് കുറയാം, വിഷൻ കുറയാം, നേരത്തെ റെറ്റിനോപ്പതി വരാം. അതുപോലെ അങ്ങനെ ഏത് അവയവത്തിൻ്റെ രക്തക്കുഴലുകൾക്കാണോ ഡാമേജ് വന്നിരിക്കുന്നത് അതനുസരിച്ചുള്ള ഓരോരോ രീതിയിലായിരിക്കും ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഓട്ടോണോമിക് നെർവ് സിസ്റ്റത്തിന് വരുമ്പോൾ, അതായത് നമ്മളെ തന്നെ നമ്മുടെ കൺട്രോൾ മെക്കാനിസത്തിൻ്റെ ഉള്ള നെർവ്സിന് വരുമ്പോൾ അതിന് ഓട്ടോണോമിക് ന്യൂറോപ്പതി വരാം. അപ്പോഴാണ് തലകറക്കം, ഡിസീനസ്, ബാലൻസ് പോവുക, ഇതൊക്കെ വരാം. പിന്നെ മെമ്മറി കുറയാം, അൽഷീമേഴ്സ് ഡിസീസ്, പാർക്കിൻസൺസ് ഡിസീസ്, ഇതൊക്കെ വരുമ്പം ഈ രക്തക്കുഴലുകൾക്കുള്ള ഒരു ഡാമേജും കൂടി ഇതിനകത്തൊക്കെ ഒരു ഘടകമാണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ മതി, ഈ പാർക്കിൻസൺസ് ഡിസീസോ അൽഷീമേഴ്സോ ഡെമെൻഷ്യ, മെമ്മറി കുറവൊക്കെ ഉള്ള പേഷ്യൻറ്റിന് അവർക്കത് മാത്രമല്ല, അവർക്ക് അതിൻ്റെ കൂടെ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും എല്ലാം വന്നിട്ട് 10, 20, 25 വർഷം ഓർ മേ ബി 40, 45 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അവർ ഈ രീതിയിലുള്ള ന്യൂറോ ഡിജനറേറ്റീവ് ഡിസീസിലേക്കൊക്കെ പോകുന്നത്. പിന്നെ ഉള്ളത് വയറിനകത്തുള്ള പ്രോബ്ലംസാണ്. വയറിലത് ലിവറിന് ഫാറ്റ് കെട്ടിക്കിടക്കുക, ലിവറിന് പ്രശ്നം വരുമ്പോഴേക്കും തന്നെ വയറ് ഗ്യാസ് കെട്ടാനും വയറിൽ അസ്വസ്ഥതകൾ തുടങ്ങും. അപ്പം നമ്മൾ വയറിൽ വേദനയൊക്കെ വരുമ്പം ഭക്ഷണത്തിൻ്റെ കുറവാണെന്ന് കരുതി പിന്നെ എടുത്ത് കഴിക്കും. അപ്പം വീണ്ടും കൂടുതൽ പ്രശ്നമായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ, അതിൻ്റെ കൂടെ നമ്മൾ മരുന്നും കൂടെ കഴിക്കും, മരുന്ന് കഴിക്കുമ്പോൾ വീണ്ടും കൂടുകയാണ് പ്രശ്നം ചെയ്യുക. പിന്നെ നമ്മൾ ലിവറിന് തന്നെ ഈ എൻഡറിക് സിസ്റ്റം, കുടലിന് തന്നെ ഒരു സ്പെഷ്യൽ ന്യൂറോളജിക്കൽ സിസ്റ്റം ഉണ്ട്. അതിനൊരു എൻഡറിക് നെർവ് സിസ്റ്റം എന്ന് പറയും. അപ്പോൾ അതിന് ഡാമേജും കൂടെ വരുന്നു കഴിയുമ്പോഴാണ് ഈ ഗ്യാസ് കെട്ടുക, കോൺസ്റ്റിപ്പേഷൻ, അങ്ങനെയൊക്കെ വരുന്നത്. ഇതുപോലെ തന്നെ ഇതിൽ വരുന്ന ഈ ബൈൽ ലിക്വിഡ് ദഹനരസം ഉണ്ടാക്കും, ലിവർ ഉണ്ടാക്കുന്ന ദഹനരസം. അതിനാണല്ലോ അതിനകത്ത് അതിൻ്റെ ആ കൺസിസ്റ്റൻസിയിൽ വ്യത്യാസം വരുമ്പോഴാണ് ഈ ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺ വരിക, പാൻക്രിയാസിന് ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് വരിക. അത് പ്രത്യേകിച്ചും ഡയബറ്റിക് പേഷ്യൻസിന് ഇത് കൂടുതലായിരിക്കും. അപ്പം ഇതെല്ലാം ഈ ഡയബറ്റീസുമായിട്ടും ഈ പ്രഷറും ഇതുമെല്ലാം കണക്ട് ചെയ്താണ് കിടക്കുന്നത്. ഈവൻ ഗോൾ സ്റ്റോൺസും പാൻക്രിയാറ്റൈറ്റിസും ഡയബറ്റീസും ഒക്കെ കണക്റ്റഡ് ആണ്. ഇതെല്ലാം നമ്മൾ ഈ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ ആയിട്ട് കണക്ട് ആയിട്ടാണ് ഇരിക്കുന്നത്. നെക്സ്റ്റ്, എങ്ങനെയുള്ളവരിലാണ് ഈ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടാനുള്ള ചാൻസ് ഉള്ളതെന്ന്, അല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റാറ്റിനൊക്കെ കഴിക്കേണ്ടത് എങ്ങനെയുള്ള കഴിക്കേണ്ടി വരുന്നത് എങ്ങനെയുള്ള പേഷ്യൻ്റാണ്. അപ്പോൾ അതിലൊരു ഫാമിലിയൽ കണ്ടന്റ് ഉണ്ട്. അതായത് നമുക്ക് ജനറ്റിക്കായിട്ട് നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ കൊളസ്ട്രോളും ഇതൊക്കെ കൂടി നിൽക്കുമ്പം അത് ചില മ്യൂട്ടേഷൻസ് ഒക്കെ നമുക്ക് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ വരാം. പിന്നെ അത് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മുടെ എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, നമ്മുടെ ലൈഫ് സ്റ്റൈലും കൂടെ അതിൻ്റെ രീതിയിലേക്ക് വരുമ്പോൾ മാത്രമേ അത് എക്സ്പ്രസ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ജനിതകമായിട്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പലതരം മ്യൂട്ടേഷൻസ് ആണ് ഇതിനകത്തൊക്കെ വരുന്നത്. അപ്പോൾ 1, 2 മ്യൂട്ടേഷനൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ജീവിതശൈലി കറക്റ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് മരുന്നൊന്നും ഇല്ലാതെ തന്നെ കൊളസ്ട്രോളും നമുക്ക് ട്രൈഗ്ലിസറൈഡും ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഫുഡ് കൺട്രോൾ ചെയ്താൽ, പ്രത്യേകിച്ച് ട്രൈഗ്ലിസറൈഡിൻ്റെ അത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനേറ്റ് ഫുഡാണ്. പിന്നെ ആർക്കാണ് ഒന്ന് ജനറ്റിക്കായിട്ട് വരുന്നത്, പിന്നെ ഒബേസിറ്റി ഉള്ളവർക്ക്. അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ തെറ്റാണല്ലോ, അതുകൊണ്ടാണല്ലോ അവർക്ക് ഒബേസിറ്റി വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് എൻവിറോൺമെൻറ്റൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് വരുന്നത്. ഡയബറ്റിസ്, അതുപോലെ ഡയബറ്റിസും പ്രോബ്ലം ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാം ഒബേസിറ്റി, ഡയബറ്റിസ്, ഹൈപ്പർതൈറോയിഡിസം,
സ്മോക്കേഴ്സ്, ആൽക്കഹോൾ യൂസേഴ്സ്, ഇവർക്കൊക്കെ ഈ ഇതിൻ്റെ കൂടെ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും അതായത് ഡിസ്ലൈപ്പിഡിമയും ഉണ്ടാവും. അതതിൻ്റെ കാരണം നമ്മുടെ ജീവിതശൈലിയിലെ അപാകതയാണ്. ജീവിതശൈലിയിലെ അപാകത ഒരു പരിധി വിട്ട് ഹൈപ്പോതൈറോയിഡിസം ഒക്കെ വരുമ്പോൾ അതിന് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലേക്കും കൂടെ മാറി. അപ്പം നമ്മളുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ മെറ്റബോളിസത്തെ കൺട്രോൾ ചെയ്യുന്ന ഗ്ലാൻഡാണ്. അപ്പോൾ അതിന് അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റബോളിസം എല്ലാം തകരാറിലാവും. അതുപോലെ ഡയബറ്റിസ്, ഇൻസുലിൻ നമ്മളുടെ പല മെറ്റബോളിസം ആക്ടിവിറ്റീസിനും കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് ഇൻസുലിൻ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നില്ല. ടൈപ്പ് 2 ഡയബറ്റീസിൽ ഇൻസുലിൻ കുറവല്ല, ശരിക്കും പലപ്പോഴും കൂടുതലോ അല്ലെങ്കിൽ നോർമലോ ആയിരിക്കും, പക്ഷെ അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പം അത് വർക്ക് ചെയ്യാത്തതും ഈ കൊളസ്ട്രോൾ കൂടാൻ കാരണം കൊളസ്ട്രോൾ ഒരു റോ മെറ്റീരിയലാണ് പല കാര്യങ്ങൾക്കും ആവശ്യമുള്ള. ആ ഫങ്ഷൻസ് കറക്റ്റായിട്ട് നടക്കാതെ വരുമ്പോൾ അതവിടെ കെട്ടിക്കിടക്കും. അതുപോലെ ട്രൈഗ്ലിസറൈഡ് ശരിക്കും എനർജി ആവശ്യത്തിനും ബോഡി ബിൽഡിങ്ങിനുമാണ്. അപ്പോൾ അത് ആവശ്യത്തിൽ കൂടുതലായി ഒബേസിറ്റി വരുന്നു അല്ലെ ദുർമേധസ്സിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ ബ്ലഡിൽ കൂടിക്കൊണ്ടിരിക്കും. അതാണ് സംഭവിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലതരം ഗുളികകൾ, ചില മരുന്നുകൾ കഴിക്കുമ്പം ഈ തയസൈഡ് ഡയോറിറ്റിക്സ്, സൈക്ലോസ്പോറിൻ, അതൊരു സ്റ്റിറോയിഡ് ഗ്രൂപ്പിൽ വരുന്നതാണ്. ഗ്ലൂക്കോകോർട്ടിക്കോസ്റ്റീറോയിഡ്സ്, അതായത് സ്റ്റിറോയിഡ് മരുന്നുകൾ. പിന്നെ ബീറ്റ ബ്ലോക്കേഴ്സ്, നമുക്ക് ബി പിക്ക് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുമല്ലോ. അതുപോലെ ഈ തൈസൈഡ് ഡയോറിറ്റിക്സും അതേ ബി പിക്ക് വേണ്ടി കഴിക്കുന്നതാണ്. ബീറ്റ ബ്ലോക്കേഴ്സ് മെയിൻലി ബി പിക്കും ഹാർട്ടിനും ഒക്കെ വേണ്ടി കഴിക്കുന്നതാണ്. ഇതൊക്കെ കഴിക്കുമ്പം നമുക്ക് കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു തരം വൈറ്റമിൻ എയുടെ ഒരു പ്രത്യേക ഫോമാറ്റ് നമ്മൾ പ്രത്യേകിച്ച് പിമ്പിൾസ്, ചില രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കാറുണ്ട്, റെറ്റിനോയിക് ആസിഡ്. അതെടുത്ത് കഴിയുമ്പോഴും ചിലപ്പോൾ കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പല ആൻറ്റി സൈക്കോട്ടിക് മെഡിസിൻസും, ഈ ഡിപ്രഷൻ, സ്കിസോഫ്രീനിയ, മൂഡ് ഡിസോർഡേഴ്സ്, ബൈപ്പോളാർ ഡിസീസ്, ഇതിനൊക്കെ എടുക്കുന്ന പല മരുന്നുകളിലും ഈ കൊളസ്ട്രോൾ കൂട്ടാം. അതും ഇതെല്ലാം മെറ്റബോളിസത്തിന് പല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് വരുന്നത്. അതുപോലെ ഈ എപ്പിലിപ്സിക്ക് വേണ്ടിയിട്ട് ആൻറ്റി കൺവൽസൻറ്റ്, ചുഴലി ദീനത്തിനൊക്കെ വേണ്ടി കഴിക്കുന്ന മരുന്നുകൾ. പിന്നെ ഈ HIV അങ്ങനത്തെ ചിലതരം ഇങ്ങനെ ക്രോണിക്കായിട്ട് കഴിക്കേണ്ട ആൻറ്റിവൈറൽ, ഇതൊക്കെ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ വേറൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മരുന്നും കൂടെ അല്ലേ കഴിക്കുന്നത്. ഈ മരുന്നുകളാണ് പ്രോബ്ലം ഉണ്ടാക്കുന്നത്. രോഗത്തിൻ്റെതായ രീതിയിലും വർക്ക് ചെയ്യും, അതിൻ്റെ കൂടെ മരുന്നുകളും കൂടെ. മരുന്നെല്ലാം നമ്മുടെ നേരെ ലിവറിലേക്കാണ് ചെല്ലുന്നത്. അപ്പം ലിവറാണ് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ലിവറിലേക്കാണ് ചെല്ലുന്നത്. നമ്മൾ കഴിക്കുന്ന മരുന്നുകളും നേരെ ലിവറിലേക്കാണ് ചെല്ലുന്നത്. ന്യൂട്രിയൻസിനെയൊക്കെ പ്രോസസ്സ് ചെയ്ത്, അപ്പം കാർബോഹൈഡ്രേറ്റ്, ഗ്ലൂക്കോസ്, ഫാറ്റ്, അമിനോ ആസിഡ്സ്, ഇതിനെല്ലാം വേണ്ടതുപോലെ പ്രോസസ്സ് ചെയ്ത് സ്റ്റോർ വയ്ക്കാനോ നമ്മളുടെ വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനോ ഒക്കെ ലിവറാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ കൂടി മരുന്ന് കൂടി ചെന്ന് കഴിയുമ്പോൾ മരുന്നിനെ എല്ലാം ഒരു ടോക്സിനായിട്ടാണ് ലിവർ കാണുന്നത്. അപ്പം ലിവർ അതിനെയൊക്കെ ഡീടോക്സിഫൈ ചെയ്യണം. അപ്പം ചിലപ്പം മിക്കവാറും 80%-90% ലിവർ ഡീടോക്സിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് മിച്ചം ബ്ലഡിലേക്ക് പോകുന്നതാണ് നമുക്ക് മരുന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം ലിവറിന് ഓൾറെഡി പ്രോബ്ലമാണ്. ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും ഒക്കെ കൂടിയിരിക്കുമ്പം ലിവറിന് എന്തോ അസുഖം വന്നിട്ടുണ്ടെന്നോ ഉള്ളത് ഉറപ്പാക്കണം നമ്മൾ. അതിൻ്റെ കൂടെ ഈ മരുന്നും കൂടെ വരുമ്പോഴേക്കും വീണ്ടും ലിവറിന് പ്രോബ്ലം വരും. പല പേഷ്യൻസും ഈ ഇത്തരം ഇതുള്ളവർക്കൊക്കെ നമ്മൾ സ്കാനിങ് നോക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഫാറ്റി ലിവറേലും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ വരുമ്പോൾ നമ്മൾ വീണ്ടും അത് അഗ്രവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഈ ഇങ്ങനത്തെ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കുറയ്ക്കാനായി കഴിക്കുന്ന മരുന്നുകളെ കുറിച്ചാണ്. ഈ മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കൊളസ്ട്രോളിന് സ്റ്റാറ്റിനാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ടോവാസ്റ്റാറ്റിൻ, റോസുവാസ്റ്റാറ്റിൻ എന്നൊക്കെ പറഞ്ഞ മരുന്നാണ് ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്നത്. ഇതെന്താ ചെയ്യുന്നത്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊളസ്ട്രോളിനെ ഉണ്ടാക്കാൻ, നമുക്ക് കൊളസ്ട്രോളിനെ ഏത് സെല്ലിനും ഉണ്ടാക്കാം. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് നമ്മുടെ ലിവർ സെൽസ് തന്നെയാണ്. അത് നമുക്ക് ജസ്റ്റ് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിൽ നിന്നോ ഫാറ്റിൽ നിന്നോ എന്തിൽ നിന്ന് വേണമെങ്കിലും അതിനൊരു അസറ്റിക് ആസിഡ്, അസറ്റൈൽ കോയ എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ഒരു ഫോമാറ്റിലേക്ക് വരും. അതിൽ നിന്നത് HMG കോയ റിഡക്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ഒരു എൻസൈം വെച്ചിട്ടാണ് അതിനെ കൊളസ്ട്രോളാക്കി മാറ്റുന്നത്. അപ്പം ഇതിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ എഫക്റ്റീവാണ്. നമ്മൾ സ്റ്റാറ്റിൻ കഴിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്ക് ഡെഫിനറ്റ്ലി കുറഞ്ഞു വരും. അപ്പം ഇതിൻ്റെ വീക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറയുന്ന കാണാൻ പറ്റും. പക്ഷേ കുറച്ച് ആദ്യം നമ്മൾ കഴിക്കുമ്പോൾ ഒരു 5 മില്ലിഗ്രാം കഴിച്ചാൽ കുറയും. പക്ഷേ കുറേ നാളെത്തി കഴിയുമ്പോൾ പിന്നെ 10 മില്ലിഗ്രാം കഴിക്കേണ്ടി വരും. പിന്നെ 20, 30, 40, 80 അങ്ങനെ അങ്ങ് കൂട്ടേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി അതനുസരിച്ച് അതിനെ ഓവർകം ചെയ്യാൻ നോക്കും. കാരണം നമുക്ക് അത്യാവശ്യമുള്ള സാധനമാണ് കൊളസ്ട്രോൾ. അപ്പോൾ പല സെക്സ് ഹോർമോൺസും സ്റ്റിറോയിഡ് ഹോർമോൺസും
ബ്ലഡ് പ്രഷർ കൺട്രോളിനുള്ള അൽഡോസ്റ്ററോണും ഒക്കെ ഉണ്ടാക്കാൻ ഇത് വേണം. അപ്പം ഇത് കിട്ടാതെ വരുമ്പോൾ നമ്മുടെ ഇതിനെ ബ്ലോക്ക് ചെയ്യുന്നതോടുകൂടി ഹോർമോണിൻ്റെ സിന്തസിസ് ബ്ലോക്ക് ആകും. അപ്പം നാച്ചുറലി ബോഡി ഏതെങ്കിലും രീതിയിൽ കൊളസ്ട്രോളിനെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നോക്കും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം മരുന്ന് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പം ഈ കൊളസ്ട്രോളിനുള്ള മരുന്നാണെങ്കിൽ കൂട്ടിക്കൊണ്ട് വരേണ്ടി വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഹൈ ഡോസ് മാക്സിമം ഡോസ് റോസോസ്റ്റാറ്റിനോ അറ്റോസ്റ്റാറ്റിനോ 80 മില്ലിഗ്രാം എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ചിലർക്കൊന്നും അത്രയും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ചെറിയ അളവിൽ എടുത്തു കഴിയുമ്പോൾ തന്നെ വെരി റെയർലി വരുന്നതാണ് ഒരു മസിൽ ഡാമേജ് വരാം. അപ്പോൾ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ മയോപ്പതിയിലേക്കും പോകാം. അപ്പം ചിലപ്പോൾ അത് വളരെ ഒരു സീരിയസ് കണ്ടീഷനിലേക്ക് പോയിട്ടുള്ളവരെയും കാണാറുണ്ട്. ഈ കൊളസ്ട്രോളിൻ്റെ സൈഡ് ഇഫക്റ്റ്, ഈ സ്റ്റാറ്റിൻ്റെ സൈഡ് ഇഫക്റ്റായിട്ട്. പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലർക്കും മെമ്മറി കുറയുന്ന പോലെ, അതുപോലെ പലരും മാത്രം നോട്ട് ചെയ്യുക പോലുമില്ല. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കൊളസ്ട്രോളിന് മരുന്നുണ്ടെന്ന് സ്റ്റാറ്റിനൊക്കെ എടുക്കുന്നവർ ശ്രദ്ധിക്കുക, അവരുടെ മെമ്മറി കുറയുന്നുണ്ടോ എന്ന് നോക്കാം. കാരണം നമ്മുടെ ബ്രെയിനിൻ്റെ അത്യാവശ്യം വേണ്ട ഒരു ഘടകമാണ് കൊളസ്ട്രോൾ. അപ്പോൾ ഈ കൊളസ്ട്രോളിൻ്റെ സിന്തസിസ് കുറയുമ്പോൾ നമ്മളുടെ ബ്രെയിൻ സെൽസിൽ, നമ്മളെ നെർവ് സെൽസ് മാത്രമല്ല, അവരുടെ ബ്രെയിനിൻ്റെ സപ്പോർട്ടീവ് ഗ്ലയൽ സെൽസ് ഒക്കെ ഉണ്ട്. അതിനകത്ത് ലൈപ്പോപ്രോട്ടീനും കൊളസ്ട്രോളും ഒക്കെ വെരി വെരി ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ലോങ് ടൈമിൽ ഇത്തരം മരുന്നുകൾ നമ്മൾ കൂടുതൽ പ്രത്യേകിച്ച് ഹൈ ഡോസ് എടുത്തുകൊണ്ടിരിക്കുമ്പം നമുക്ക് മെമ്മറി, കോഗ്നിറ്റീവ് കുറവ്, പിന്നെ അതുപോലെ അൽഷീമേഴ്സ്, ഡിമെൻഷ്യ ഇതൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലും ഉണ്ടാകും. പിന്നെ ഇതൊക്കെ എടുക്കുന്നവർ തന്നെ ഡയബറ്റിക്കും ഹൈപ്പർടെൻസീവ് ആയിട്ടുള്ളവരാണല്ലോ. ആ രോഗം തന്നെ ഇത്തരം നമ്മുടെ നെർവ്സിനെ ഡാമേജ് ചെയ്ത് പ്രോബ്ലത്തിലേക്ക് കൊണ്ടുപോകും. അതിനോടൊപ്പം തന്നെ ഈ മരുന്നുകളും അതിനൊരു സപ്പോർട്ട് ചെയ്യുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കുമായിരിക്കും, പക്ഷേ പലപ്പോഴും നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷനെയും അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ റിപ്പയർ വർക്കിനെയും ഒക്കെ നെഗറ്റീവായിട്ടും ബാധിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഈ സ്റ്റാറ്റിൻ കൊണ്ട് ഇഫക്റ്റീവ് ആകുന്നില്ല, എന്നിട്ടും കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടി നിൽക്കുകയാണെങ്കിൽ ഉപയോഗിക്കുന്നതാണ് ഫെനോഫൈബ്രേറ്റ്. ഈ ഫെനോഫൈബ്രേറ്റ് മെയിൻലി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രൈഗ്ലിസറൈഡിൻ്റെ പ്രൊഡക്ഷനെയാണ് കുറയ്ക്കുന്നത്, ബ്ലോക്ക് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പം നാച്ചുറലി മറ്റേ സ്റ്റാറ്റിൻ ഉപയോഗിച്ചാലും ട്രൈഗ്ലിസറൈഡിൻ്റെ കാര്യത്തിൽ വലിയ ബെനിഫിറ്റ് കിട്ടുകയില്ല, പക്ഷേ ഫെനോഫൈബ്രേറ്റ് ഉപയോഗിച്ചാൽ ട്രൈഗ്ലിസറൈഡ് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. പ്രോബ്ലം പക്ഷേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ട്രൈഗ്ലിസറൈഡ് നമ്മൾ ബോഡി ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ഫുഡിൽ കൂടെ വരുന്ന, നമ്മൾ കറക്റ്റായിട്ട് ഭക്ഷണം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ 100% മാറ്റാവുന്ന കാര്യത്തിനാണ് നമ്മൾ ഈ മരുന്നെല്ലാം എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സ്റ്റൊമക്ക് അപ്സെറ്റ് വരാം, അതുപോലെ ഫെനോഫൈബ്രേറ്റ് ഗോൾ സ്റ്റോണിൻ്റെ സാധ്യത കൂട്ടും, അത് മറ്റേ ഗോൾ ബ്ലാഡർ സ്റ്റോൺസ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടും. പിന്നെ മയോപ്പതി, അതും മസിലിന് ഡാമേജ് വരുത്താം എന്നുള്ളതാണ്. പിന്നെ ഇതിലും പറ്റാതെ വരുമോ അല്ലെങ്കിൽ ഇതൊന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നവർക്കൊക്കെയാണ് റിസൈൻസ് എന്ന് പറയുന്ന വേറൊരു ഗ്രൂപ്പുണ്ട്, കോളിസ്റ്ററൈമിൻ എന്നൊക്കെ പറയും. അതൊരു ബൈലാസിഡ് സെക്യുസ്ട്രൻസ് ആണ്. അതായത് നമ്മളുടെ ബൈലാസിഡ്സ് ഉണ്ടാക്കാനായിട്ട് ഈ ഡൈജസ്റ്റിന് വേണ്ടിയിട്ടുള്ളത് നമ്മുടെ ലിവറിൽ നിന്ന് ഉണ്ടാക്കി ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്, ഇതിന് ഈ കൊളസ്ട്രോൾ ആവശ്യമാണ്. അപ്പം ഇതിനെല്ലാം റീസർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ റീയൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് വയറിൽ ചെല്ലും, അതിൻ്റെ ഡൈജഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനെ വീണ്ടും റീഅബ്സോർബ് ചെയ്ത് ലിവറിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അതിനെ റീഅബ്സോർബ് ചെയ്യുന്നത് നമ്മൾ ബ്ലോക്ക് ചെയ്ത് കളയും. അതാണ് ബൈലാസിഡ് സെക്യുസ്ട്രൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ വേറെ കൊളസ്ട്രോൾ ഇതുണ്ടാക്കി എടുക്കണമല്ലോ. പക്ഷേ അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഈ രോഗമുള്ളവർക്ക് മിക്കവാറും ലിവറിന് പ്രോബ്ലം ഉണ്ടാകും. അപ്പം നമ്മൾ ലിവറിൻ്റെ വർക്ക് ലോഡ് കൂട്ടുവാണ്. നമ്മൾ ബൈലാസിഡ്സ് ഉണ്ടാക്കി അത് നാച്ചുറലി പിന്നെയും ബൈലാസിഡ്സ് ഉണ്ടാക്കേണ്ട കാര്യമില്ല, അത് റീഅബ്സോർബ് ചെയ്ത് ലിവറിന് കിട്ടേണ്ടതാണ്. ആ കൊളസ്ട്രോളിനെ ഉപയോഗിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ റീഅബ്സോർബ് ചെയ്യാതിരിക്കുക, അത് പിന്നെ റീയൂസ് ചെയ്യാതെ വേസ്റ്റാക്കി കളയുന്നു. അപ്പം ഫൈനലി ഇമ്പാക്റ്റ് ദോഷം വരുന്നത് ലിവറിനാണ്. പിന്നെ ഒരു എസെറ്റമൈബ് എന്ന് പറഞ്ഞ് വേറൊരു ടാബ്ലറ്റ് ഉണ്ട്, അത് കൊളസ്ട്രോളിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് കൊളസ്ട്രോളിനെ നമ്മളുടെ ഇതിനകത്തുനിന്ന് അബ്സോർബ് ചെയ്യാതെ ഇരിപ്പിക്കാൻ നോക്കും. അപ്പം ബേസിക്കലി കൊളസ്ട്രോൾ നമ്മൾ ചെറിയ മോഡറേറ്റ് എമൗണ്ടിലൊക്കെ, നമുക്ക് ഈ നോൺ വെജ് കഴിക്കുന്നവർക്ക് മാത്രമേ അതുകൊണ്ട് ബെനിഫിറ്റ് ഉള്ളൂ. വെജിറ്റേറിയൻസിന് എസ്റ്റമൈബ് എന്ന് പറഞ്ഞ ഗുളിക എടുത്തിട്ട് കഴിച്ചിട്ട് കാര്യമില്ല, കാരണം കൊളസ്ട്രോൾ ഇല്ല അതിനകത്ത്. അപ്പം പിന്നെ അബ്സോർപ്ഷൻ പിന്നെ പ്രത്യേകിച്ച് വരുന്നില്ല. ഇതിലുള്ളവർക്കാണെങ്കിൽ പോലും ഇപ്പോൾ ലിവർ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മുടെ ഫുഡിൽ നിന്ന് കുറച്ച് കൊളസ്ട്രോൾ കിട്ടുന്നത് നല്ലതാണ്, പക്ഷെ ഒത്തിരി ആയി പോരുതെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ലിവർ ഫെയിലിയറിലേക്കോ അല്ലെങ്കിൽ ലിവർ സിറോസിസിലൊക്കെ ഇരിക്കുന്നവർക്ക് മോഡറേറ്റ് കൊളസ്ട്രോൾ കിട്ടുകയാണെങ്കിൽ ലിവറിന് അത്ര എളുപ്പമായി. അല്ലെങ്കിൽ ലിവർ ഉണ്ടാക്കണം കൊളസ്ട്രോളിനെ
കാർബോഹൈഡ്രേറ്റ് ഫാറ്റിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുക്കണം. പക്ഷേ അപ്പം നമ്മൾ കറക്റ്റ് ലൈഫ് സ്റ്റൈൽ കൺട്രോളിലാണെങ്കിൽ മോഡറേറ്റ് നോൺ വെജ് ഐറ്റംസ് ഒന്നും വന്നുകൊണ്ട് എഗ്ഗോ ഫിഷോ മീറ്റോ ഒന്നും വന്നുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതാണ്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വേറെ 1-2 ഫ്യൂ മെഡിസിൻസും കൂടെ വന്നിട്ടുണ്ട്. അതിലൊരെണ്ണമാണ് ലാമിറ്റപ്പൈഡ് എന്ന് പറഞ്ഞിരുന്നു. അതിൽ ശരിക്കും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോസോമൽ ട്രൈഗ്ലിസറൈഡ് ട്രാൻസ്ഫർ, അതായത് ട്രൈഗ്ലിസറൈഡിനെ ട്രാൻസ്ഫർ ഒരു ഇൻറ്റേർണൽ മെക്കാനിസം, സെല്ലുലാർ ഇൻസൈഡിൽ നടക്കുന്ന ഒരു മെക്കാനിസത്തിലെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വേറൊരെണ്ണം നിക്കോട്ടിനിക് ആസിഡ്. അത് ആക്ച്വലി നിക്കോട്ടിനിക് ആസിഡ് ഒരു വൈറ്റമിനാണ്, വൈറ്റമിൻ B3 എന്ന് പറയുന്നതാണ്. അത് നമുക്ക് ഒരു ദിവസം 15 മില്ലിഗ്രാം മതി ഡെയിലി. പക്ഷേ അതിൻ്റെ ഒരു ഹൈ ഡോസ്, അതായത് ഒരു 500 to 300 മില്ലിഗ്രാം എടുത്താൽ കൊളസ്ട്രോൾ കുറയുന്നുള്ളതുകൊണ്ട് പലപ്പോഴും ഡോക്ടേഴ്സ് ഇങ്ങനത്തെ പേഷ്യൻസിന് കൊടുക്കാറുണ്ടത്. പക്ഷേ അതിൻ്റെ ഒരു മെയിൻ ഒരു സൈഡ് ഇഫക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഹോട്ട് ഫ്ലഷ്, ഈ മെനപ്പോസൽ ലേഡീസിനൊക്കെ വരുന്ന പോലെയുള്ള ഫ്ലഷിങ് പോലെയുള്ളത് വരാം. അത് പെട്ടെന്ന് മുഖമൊക്കെ ചുമന്ന് വരുന്നത് പോലെ വരാം, ഒരു ഹീറ്റ് വേവ് പോലെയൊക്കെ. പിന്നെ ലിവർ ഡാമേജും വരാം. അത് കാരണം 15 മില്ലിഗ്രാമേ നമ്മൾ വൈറ്റമിനായിട്ട് ആവശ്യമുള്ളൂ. ഈവൻ വൈറ്റമിൻസും മിനറൽസും ആണെങ്കിലും നമ്മുടെ ന്യൂട്രിയൻ്റ് ആണെങ്കിൽ പോലും ആവശ്യത്തിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതും നമ്മളുടെ ലിവറിനെയൊക്കെ ഡാമേജ് ചെയ്യാം. അപ്പോൾ പ്രത്യേകിച്ചും ഇതിപ്പം 500 to 300 മില്ലിഗ്രാം ഒക്കെയാണത് ഒരു മെഡിസിനായിട്ട് ഇങ്ങനത്തെ പേഷ്യൻസിന് കൊടുക്കുന്നത്. അത് ലിവർ ഡാമേജ് ഉണ്ടാക്കും. ഓൾറെഡി അവിടെ ലിവറിനല്ലേ തന്നെ പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ വീണ്ടും കൂടെ കൊടുത്ത് ഒരു റിസ്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കൊരു ന്യൂസൊക്കെ പലരും കണ്ടിട്ടുണ്ടാവും, ഒരു വാക്സിൻ ഇഞ്ചക്ഷൻ വന്നിട്ടുണ്ടെന്നൊക്കെ ഉള്ളത്. അത് ശരിക്കും ഒരു മോണോക്ലോണൽ ആൻറ്റിബോഡി, അതായത് ഒരു ഇമ്മ്യൂണോളജിക്കൽ മോഡുലേറ്ററാണ്. അപ്പോൾ നമ്മുടെ കൊളസ്ട്രോൾ പ്രൊഡക്ഷനെയൊക്കെ വേറെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുവാണ്. അതൊരു എക്സ്പെൻസീവ് മെഡിസിനാണ് ഈ മോണോക്ലോണൽ ആൻറ്റിബോഡി. ലോക്യുമാബ് എന്നും പറഞ്ഞൊരെണ്ണം. അത് അപ്രൂവലായോ എന്നറിയില്ല. എനിവേ അത് ഓൺ ദി പൈപ്പ് ലൈൻ നമ്മുടെ പ്രൊഡക്ഷനിൽ നടക്കുന്നുണ്ട്. അത് FDA അപ്രൂവലും നമ്മുടെ ഡ്രഗ് കൺട്രോളർ അപ്രൂവലൊക്കെ വന്നിട്ടുണ്ടോ എന്നറിയില്ല. ബട്ട് അപ്രൂവൽ വന്നാലും ഇതൊരു എക്സ്പെൻസീവ് മെഡിസിൻ ആയിരിക്കും. അത് ഡെഫിനറ്റ്ലി സൈഡ് ഇഫക്ട്സ് ഉണ്ടാക്കും. കാരണം ഇതൊക്കെ നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്താൽ കറക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിന് നമ്മൾ ഈസി മാർഗമായിട്ട് നോക്കുമ്പോഴാണ് ഇതിലേക്കൊക്കെ പോകുന്നത്. അതൊക്കെ ബേസിക്കലി എത്ര ഇഫക്റ്റീവ് ആണെങ്കിലും നമ്മൾ അത്തരം മരുന്നുകൾക്കെല്ലാം ഡെഫിനറ്റ്ലി സൈഡ് ഇഫക്ട്സ് ഉണ്ടാകും. നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുമ്പം 101 സൈഡ് ഇഫക്ട്സ് വരാം. അത് പെട്ടെന്നൊന്നും അറിയണമെന്നുമില്ല. ഇതൊക്കെ നമുക്ക് പലപ്പോഴും കാണാമല്ലോ, പല മരുന്നുകളും വന്നു ഭയങ്കര പബ്ലിസിറ്റി ആയിട്ട് വരും. അത് 6 മാസത്തിനുള്ളിൽ ചിലപ്പോൾ വിത്ഡ്രോ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ, 2 വർഷത്തിനുള്ളിൽ, ഈവൻ 10 വർഷമോ 20 വർഷമോ ഒക്കെ കഴിഞ്ഞിട്ടും വിത്ഡ്രോ ചെയ്യേണ്ടത്. അപ്പം ലോങ് ടൈം സൈഡ് ഇഫക്ട്സ് ഒക്കെ ഇപ്പോഴാണ് ഇത് അറിഞ്ഞു വരുന്നത്. നമുക്കറിയാം കോവിഡ് വാക്സിൻ വന്നു, നമ്മൾ വാക്സിൻ നമുക്ക് ആവശ്യമായിരുന്നു, നമ്മളെടുത്തു. പക്ഷേ എന്നാലും അതിന് സൈഡ് ഇഫക്റ്റ് ഉണ്ട്. എല്ലാത്തിനും അതിന് എന്ത് ബെനിഫിറ്റുള്ള സാധനത്തിനാണെങ്കിലും എന്ത് മരുന്നാണോ അതിന് ബെനിഫിറ്റ് ഉണ്ടാവാം, അതുപോലെ തന്നെ സൈഡ് ഇഫക്റ്റ് ഉണ്ടാകാം എന്നുള്ള കാര്യങ്ങളൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ആവശ്യമില്ലാത്ത, അത്യാവശ്യമില്ല, നമ്മൾ ജീവിതശൈലി കറക്റ്റ് ചെയ്തുകൊണ്ട് കറക്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഒരു കാരണവശാലും നമ്മൾ മരുന്നെടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പം നമ്മൾ കൊളസ്ട്രോളിനൊക്കെ മരുന്നെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നമ്മളൊരു റുട്ടീൻ, അതിനെ ഒരിക്കലും ഒരു സൈഡ് ഇഫക്റ്റ് ഉണ്ട്, കാരണം എല്ലാവരും കഴിക്കുന്നതാണല്ലോ, അതിനൊന്നും ഒരു സൈഡ് ഇഫക്റ്റ് ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അപ്പോൾ ഇപ്പം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ആണെങ്കിൽ അത് അവിടെയൊന്നും മരുന്നെല്ലാം നമുക്കിവിടെ എല്ലാം തന്നെ പോയി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കാം. പക്ഷെ പല വെസ്റ്റേൺ കൺട്രീസിലും മരുന്ന് ഓവർ ദ കൗണ്ടർ കിട്ടുകയില്ല. പക്ഷേ ഈ സ്റ്റാറ്റിനൊക്കെ ഓവർ ദ കൗണ്ടർ കിട്ടുന്ന മരുന്നിലാണ് വരുന്നത്. പക്ഷേ അപ്പോൾ അവർ പലപ്പോഴും ഇപ്പം പുതിയ പല രാജ്യങ്ങളും അവർക്ക് പബ്ലിക് നോട്ടീസ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ലിവറിന് പ്രോബ്ലം ഉള്ളവർ ഈ കൊളസ്ട്രോളൊക്കെ സ്റ്റാറ്റിൻ മരുന്നൊക്കെ കഴിക്കുന്നത് സൂക്ഷിക്കണമെന്നുള്ളത്. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റാറ്റിൻ എടുക്കേണ്ടി വരുന്ന പേഷ്യൻറ്റിൽ 99% പേർക്കും ഫാറ്റി ലിവർ ഉണ്ടാവും. ഫാറ്റി ലിവർ ഗ്രേഡ് 1, ഗ്രേഡ് 2, പിന്നെ നോൺ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ്, ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്ന ഒരു ഡിസീസാണെന്ന് നമ്മൾ ഓർക്കണം. അപ്പം ഇങ്ങനത്തെ മരുന്ന് ലിവറിന് പ്രോബ്ലം ഉള്ളവർ ഈ പ്രത്യേകിച്ച് സ്റ്റാറ്റിൻ മരുന്നുകൾ ഉപയോഗിക്കാൻ പാടില്ല, കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണെന്നുള്ള കാര്യങ്ങളും കൂടെ മനസ്സിലാക്കണം. പക്ഷെ പലപ്പോഴും എടുക്കുന്നവർ ഇവരെല്ലാം തന്നെ ഈ ഫാറ്റി ലിവർ ഉള്ളവരോ അല്ല ലിവറിൻ്റെ എൻസൈംസ് കൂടിയിരിക്കുന്നവരും ഒക്കെ നമ്മൾ കാണാറുണ്ടെന്നുള്ളതാണ്. അപ്പം ബേസിക്കലി ഇത് എന്താ ഒരു സൊല്യൂഷൻ? ഇപ്പം സ്റ്റാറ്റിന് ഇത്രയൊക്കെ സൈഡ് ഇഫക്റ്റ് ഉണ്ട്, അപ്പോൾ പിന്നെ എന്താ പെട്ടെന്ന് സ്റ്റാറ്റിൻ അങ്ങ് നിർത്തിയേക്കാം എന്ന് അങ്ങനെയും കരുതാൻ പാടില്ല. നമ്മൾ മരുന്ന് നിർത്തുക എന്നുള്ളത് ആവശ്യമാണ്. പക്ഷെ നമ്മൾ മരുന്ന് നിർത്തേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മരുന്ന് ഇപ്പോൾ സ്റ്റാറ്റിൻ മരുന്ന് അത് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്നവർ അവർ ഫുഡിൽ നിന്ന് കൺട്രോൾ ചെയ്യുക. അവർ എപ്പോഴും ഫുഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ നോൺ വെജ് എല്ലാം ഒഴിവാക്കുക, അങ്ങനെ വേണമെന്നില്ല. ശരിക്കും അവർ കൊളസ്ട്രോൾ കൂടുതൽ നിൽക്കുന്നവർ കാർബോഹൈഡ്രേറ്റും ഫാറ്റുമാണ് ആദ്യം കുറയ്ക്കേണ്ടത്.
മോഡറേറ്റ് ആയിട്ട് ഫിഷോ മീറ്റോ എഗ്ഗോ ഒന്നും വന്നാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ അളവ് കുറയ്ക്കണം. ഇഷ്ടംപോലെ കഴിക്കാൻ പറ്റുമെന്നല്ല. ലീൻ മീറ്റോ ലീൻ ഇതായിട്ടുള്ളതൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ കാർബൺ ഇതാണ് കുറയ്ക്കേണ്ടത്. പ്രത്യേകിച്ച് ഇവരെല്ലാം തന്നെ ഓവർ വെയിറ്റ് ആയിരിക്കും. അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും കുടവയറുണ്ടാവും. അപ്പോൾ കുടവയറുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഓവർ വെയിറ്റ് ഇല്ലെങ്കിൽ പോലും ദുർമേധസ് ഉണ്ടെന്നാണ്. അതായത് ആവശ്യത്തിൽ കൂടുതൽ കൊഴുപ്പുണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക, എക്സസൈസ് ചെയ്യുക. എന്നിട്ട് ഒത്തിരി ദിവസമൊന്നും വെയിറ്റ് ചെയ്യണ്ട. ഒരാഴ്ച ആകുമ്പോൾ തന്നെ വീണ്ടും ലൈപ്പിഡ് പ്രൊഫൈൽ നോക്കുക. നമുക്ക് കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം മെയിൻ ഫുഡ് ആക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇലക്കറികൾ അല്ലാണ് ഏറ്റവും വൈറ്റമിൻസും മിനറൽസും ഉള്ളത്. ഇലക്കറികളും പയറുവർഗ്ഗങ്ങളും ഉപയോഗിക്കുക. നോൺ വെജ് കഴിക്കുന്നവരും മോഡറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ആവാം. എന്നിട്ട് ഒരാഴ്ച നോക്കി വെച്ചിട്ട് പോയി കൊളസ്ട്രോൾ നോക്കുമ്പോൾ തന്നെയാണ് ട്രൈഗ്ലിസറൈഡ് ഡെഫിനറ്റ്ലി കുറഞ്ഞിട്ടുണ്ടാകും. കാരണം കൊളസ്ട്രോളിൻ്റെ മെക്കാനിസം വേറെയാണ്. അത് ഫുഡിൽ നിന്ന് മാത്രമല്ല. അതിന് ചിലപ്പോൾ നമുക്കിപ്പോൾ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ കൂടുതലായിരിക്കും. അതിന് ഫുഡ് കൺട്രോൾ കൊണ്ട് മാത്രം പറ്റിയെന്നിരിക്കും. ഫുഡ് കൺട്രോൾ വരുമ്പോഴേക്കും ഈ ലീഫി വെജിറ്റബിളൊക്കെ എടുക്കാൻ തുടങ്ങിയാൽ നാച്ചുറലി അവിടെ വൈറ്റമിൻസും ഇതൊക്കെ വരും. അപ്പം ബോഡി മെക്കാനിസംസ് കറക്റ്റ് ആയെന്നിരിക്കും. പക്ഷെ എന്നിട്ടും ആകുന്നില്ലെങ്കിൽ നമ്മൾ ലീഫി വെജിറ്റബിളും മത്സ്യവും ഒക്കെ എടുത്തിട്ട് ട്രൈഗ്ലിസറൈഡ് ഡെഫിനറ്റ്ലി കുറയും. പക്ഷെ കൊളസ്ട്രോൾ കുറയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മറ്റെന്തിൻ്റെയൊക്കെയോ ഡെഫിഷ്യൻസി ഉണ്ട്, നമ്മുടെ മെറ്റബോളിക് എറർ സംഭവിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കേണ്ടി വരും. അപ്പം നമ്മൾ എന്താണെന്നുള്ള ഡീറ്റെയിൽ ടെസ്റ്റുകളൊക്കെ നടത്തി ഒരു സപ്പോർട്ട് നമ്മൾ സെൽഫ് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ നമുക്ക് കറക്റ്റ് ആകുന്നില്ലെങ്കിൽ അത് വേണ്ടി വരും. പിന്നെ ചിലരിപ്പം മൾട്ടിപ്പിൾ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഡയബറ്റീസിനും ഹൈപ്പർ ടെൻഷനും ഒക്കെ. ഇപ്പോൾ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ ചില ഡയബറ്റിക് പേഷ്യൻറ്റിനെ പോലും കാണാറുണ്ട്. ഈ കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കുമ്പോൾ ഡയബറ്റീസിൻ്റെ കൺട്രോൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അവർ. അപ്പോൾ നമ്മൾ ഈ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷനും എല്ലാം നമുക്ക് കുറച്ചുകൊണ്ട് വന്ന് നിർത്താൻ പറ്റുന്ന മരുന്നുകൾ കുറയ്ക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ മൾട്ടിപ്പിൾ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സെൽഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ നമ്മൾ സപ്പോർട്ടും കൂടെ എടുക്കുക. അപ്പോൾ ഒരാൾ നമ്മൾ ഇത് മരുന്നിന് സൈഡ് എഫക്റ്റ് ഉണ്ടെന്നും പറഞ്ഞ് പെട്ടെന്ന് നിർത്തുക എന്നുള്ളതല്ല. പെട്ടെന്ന് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊളസ്ട്രോളിൻ്റെ ഒക്കെ സ്റ്റാറ്റിനൊക്കെ പെട്ടെന്ന് നിർത്തിയാൽ കൊളസ്ട്രോൾ ഷൂട്ടപ്പ് ചെയ്യും. അതായത് നമ്മൾ മരുന്നൊക്കെ കഴിച്ച് ഒരു 200-ലോ ഈവൻ 150 നിൽക്കുന്ന ആളാണ് പെട്ടെന്ന് അങ്ങ് മരുന്ന് നിർത്തുകയാണെങ്കിൽ അത് 300-ന് മുകളിൽ പോയെന്നിരിക്കും. അപ്പം അത് ഫാസ്റ്റായിട്ടല്ല നിർത്തേണ്ടത്. ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് 80 കഴിക്കുന്നവരാണെങ്കിൽ 40 ആക്കുക, 20 ആക്കുക, 10 ആക്കുക, 5 ആക്കുക, പിന്നെ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആക്കുക. അങ്ങനെ ഗ്രാജുവലായിട്ട് ബ്ലഡ് നോക്കി അത് കറക്റ്റായിട്ട് നിൽക്കുന്നു എന്ന് ഉറപ്പാക്കി വേണം നമ്മൾ കുറച്ചുകൊണ്ട് വരാൻ നിർത്താൻ. ചുരുക്കി പറഞ്ഞാൽ, 1, രക്തത്തിൽ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും അമിതമാകുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാം. മെറ്റബോളിസം, അതായത് ജീവനും ആരോഗ്യത്തിനും ആധാരമായ രാസപ്രവർത്തനങ്ങൾ ശരിയായി നടക്കാതെ വരുമ്പോൾ രാസപ്രവർത്തനങ്ങൾക്ക് ആധാരമായ അസംസ്കൃത വസ്തുക്കളായ കൊഴുപ്പും കൊളസ്ട്രോളും കെട്ടി നിൽക്കുന്നതാണ് ഇവ കൂടാൻ കാരണം. ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന അന്നജവും കൊഴുപ്പും അമിതമാകാതെ നിയന്ത്രിക്കുക എന്നതാണ് കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കൺട്രോൾ ചെയ്യാനുള്ള എളുപ്പവഴി. ഭക്ഷണത്തിലെ അന്നജവും കൊഴുപ്പും നിയന്ത്രിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും കുറഞ്ഞു തുടങ്ങും. ഭക്ഷണത്തിലെ ഊർജം കുറയ്ക്കുന്നതിനൊപ്പം മെറ്റബോളിക് പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന വ്യായാമങ്ങൾ കൂടി ചെയ്ത് ശരീരത്തിലെ ദുർമേധസ്, അതായത് അമിത കൊഴുപ്പ് മാറ്റി ഉത്തമ ശരീരഘടനയിൽ എത്താനും നിലനിർത്താനും കഴിഞ്ഞാൽ ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും മരുന്നില്ലാതെ നോർമലായി നിർത്താനാകും. ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും കഴിയും. 4, ജനറ്റിക്കലി പ്രിഡിസ്പോസ്ഡ് അഥവാ പാരമ്പര്യ സാധ്യത ഉള്ളവർക്കും ജീവിതശൈലി ക്രമീകരിക്കാൻ തയ്യാറായാൽ മരുന്നില്ലാതെ രക്തത്തിലെ കൊഴുപ്പ് നോർമലായി നിലനിർത്താനും അമിത കൊഴുപ്പും മൂലമുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക് പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തടയാനും ഒരിക്കൽ വന്നാൽ ചികിത്സിച്ചു മാറ്റി മരുന്നുകളിൽ നിന്ന് മോചനം നേടാനും സാധിക്കും. 5, മരുന്നുകൾ മെറ്റബോളിക് പ്രവർത്തനങ്ങളെ മരവിപ്പിക്കുന്നതിലൂടെയാണ് കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കുറയ്ക്കുന്നത്. അത് വൈറ്റമിൻ ഡി, സെക്സ് ഹോർമോണുകൾ, സ്റ്റിറോയിഡ് ഹോർമോണുകൾ, ദഹനത്തിന് ആവശ്യമായ ബൈൽ സോൾട്ട് തുടങ്ങിയവയുടെ ഉൽപാദനത്തെയും പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കാം. ഇത് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. 6, ബ്രെയിനിൻ്റെയും നെർവസിൻ്റെയും ആരോഗ്യം നിലനിർത്താനും ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെയും ഹോർമോൺ സിസ്റ്റത്തിൻ്റെയും സമതുലിതാവസ്ഥ നിലനിർത്താനും
കൊളസ്ട്രോൾ അത്യാവശ്യമാണ്. 7. കോശഭിത്തിയുടെ 30% കൊളസ്ട്രോളാണ്. കേടായ കോശങ്ങളെ മാറ്റി പുതിയ ആരോഗ്യമുള്ള കോശങ്ങളെ ഉണ്ടാക്കാൻ അത്യാവശ്യമായ കൊളസ്ട്രോളിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാറ്റിൻ പോലുള്ള മരുന്നുകൾ കൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നത് രോഗമുക്തിയെ പ്രതികൂലമായി ബാധിക്കും. 8. കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനായി കഴിക്കുന്ന മരുന്നുകൾ പെട്ടെന്ന് നിർത്തരുത്. ജീവിതശൈലി ക്രമപ്പെടുത്തുന്നതിനൊപ്പം രക്തപരിശോധന നടത്തി കൊളസ്ട്രോൾ കുറഞ്ഞു എന്ന് ഉറപ്പാക്കി പതുക്കെ ഡോസ് കുറച്ചുകൊണ്ട് നിർത്തുകയാണ് വേണ്ടത്. 9. മരുന്ന് കഴിച്ച് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ വൈറ്റമിൻ ഡി, സെക്സ് ഹോർമോണുകൾ, ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ തുടങ്ങിയ പല അവശ്യ വസ്തുക്കളുടെയും ഉൽപ്പാദനത്തെ പ്രതികൂലമായി ബാധിക്കാം. 10. രക്തത്തിലെ അമിത കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും അതുമൂലമുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ ജീവിതശൈലി രോഗങ്ങളുടെ വിഭാഗത്തിലാണ് പെടുന്നത്. 11. ഓർമ്മിക്കുക, ജീവിതശൈലി രോഗങ്ങളെ മരുന്നുകൊണ്ട് മാറ്റാനാകില്ല. എളുപ്പവഴിയായി മരുന്നുകൾ കഴിക്കുന്നത് രോഗാവസ്ഥ തുടരാനും മരുന്നിൻ്റെ പാർശ്വഫലങ്ങൾ മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും കൂടി കാരണമാകാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്ന് നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്നും മോചനം നേടാൻ സഹായകമാകും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവുകൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്നും മോചനം നേടാനും സാധിക്കൂ. വൃക്കരോഗം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ കൂടി വരികയാണ്. ഒപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങൾക്കായി ഓപ്പറേഷനുകൾക്ക് വിധേയരാകേണ്ടി വരുന്ന രോഗികളുടെ എണ്ണവും കൂടി വരുന്നു. ഓപ്പറേഷന് മുമ്പ് രോഗത്തിൻ്റെ അടിസ്ഥാന കാരണം ഓപ്പറേഷൻ എന്താണ് ലക്ഷ്യമിടുന്നത്, ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ രോഗികളും ബന്ധുക്കളും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒപ്പം തന്നെ ഓപ്പറേഷനിലൂടെ ലഭിക്കുന്ന പ്രയോജനം, ഓപ്പറേഷൻ കൊണ്ട് രോഗം മാറുമോ, ഇനിയും രോഗമുണ്ടാകാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുക. ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളവരാണ് കൂടുതലും ഓപ്പറേഷനായി പണം ചെലവാക്കേണ്ടി വരുന്നില്ല. അതിനാൽ ശസ്ത്രക്രിയകളെ വളരെ ലാഘവത്തോടെ കാണുന്ന രീതി കൂടി വരികയാണ്. അനസ്തീസിയ സംബന്ധമായും ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകൾ വളരെ ചെറുതാണെങ്കിലും മരണത്തിന് പോലും ഉള്ള സാധ്യത ഉണ്ടാക്കും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഓപ്പറേഷനായി നൽകുന്ന ഒട്ടുമിക്ക സമ്മതപത്രത്തിലും മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. രോഗിയും ബന്ധുക്കളും ഓപ്പറേഷന് മുമ്പായി നൽകേണ്ട സമ്മതപത്രം ഓപ്പറേഷൻ ദിവസമല്ല വായിക്കേണ്ടത്, മറിച്ച് ഓപ്പറേഷന് വിധേയമാകാൻ തീരുമാനിക്കുന്നതിനും തീയതി ഫിക്സ് ചെയ്യുന്നതിനും മുമ്പ് ഒപ്പുവയ്ക്കേണ്ട സമ്മതപത്രം വായിച്ചു നോക്കി മനസ്സിലാക്കണം. ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർക്ക്, പ്രത്യേകിച്ചും രക്തക്കൊള്ളുകളെ ബാധിക്കുന്ന രോഗങ്ങളുള്ളവർക്ക് അനസ്തീസിയുടെയും ശസ്ത്രക്രിയാ സംബന്ധമായും ഉള്ള അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും കൂടുതലാണ് എന്നതും അറിയണം. രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തുകയും അമിതവണ്ണമുണ്ടെങ്കിൽ കുറയ്ക്കാൻ ശ്രമിക്കുകയും മെറ്റബോളിസത്തിലെയും ഇമ്മ്യൂണിറ്റിയിലെയും അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. അടുത്തത്, ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97 റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷകമിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷകമിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു.
അടുത്തതായി എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണമെന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇത് ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാവും. മാത്രമല്ല, വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിലെത്തുന്നത് തടയാനും ശരീരകോശങ്ങളെയെല്ലാം ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടി വരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം കൊണ്ട് ഈ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടി നിൽക്കുന്നവരും അതുപോലെ അതിൻ്റെ ഫലമായിട്ട് ഉണ്ടായ രോഗങ്ങളുള്ളവരും, കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടുമ്പം മിക്കവാറും ഐദർ ഫാറ്റി ലിവർ അല്ലെങ്കിൽ ലിവർ പ്രോബ്ലംസ് ആയിരിക്കും ഉള്ളത്, അല്ലെങ്കിൽ അവർക്ക് ഡയബറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും, ഹാർട്ട് അറ്റാക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഹാർട്ട് പ്രോബ്ലംസ് ഉള്ളവരായിരിക്കും. അപ്പം ഇത്തരം പ്രോബ്ലംസ് ഉള്ളവരും കൂടെയാണ് യൂഷ്വലി ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ വരുന്നത്. കൂടുതലും ഇപ്പം ആരും എനിക്ക് കൊളസ്ട്രോൾ കൂടുതലാണ് അതുകൊണ്ട് അത് കറക്റ്റ് ചെയ്യാനായിട്ട് വരാറില്ല. മിക്കവാറും എന്തെങ്കിലും ഹാർട്ടിന് TMT പോസിറ്റീവായി, അപ്പം ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ആൻജിയോഗ്രാം ചെയ്തപ്പോൾ അതിനകത്ത് ബ്ലോക്കുണ്ട്, അപ്പോൾ സ്റ്റെൻറ്റ് ഇടണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സ്റ്റെൻറ്റ് ഇട്ടു, അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രശ്നങ്ങൾ വന്നു, അപ്പം ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞു, അല്ല ആൻജിയോഗ്രാം നോക്കിയപ്പം സ്റ്റെൻറ്റ് ഇടാൻ പറ്റില്ല, ബൈപ്പാസ് ചെയ്യണം എന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ചിലരുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് പല പ്രാവശ്യം 3, 4, 5 സ്റ്റെൻറ്റൊക്കെ പല പ്രാവശ്യമായിട്ട് ഇട്ടു, പിന്നെ ബൈപ്പാസും ചെയ്തു, എന്നിട്ടും പ്രശ്നങ്ങളാണ്. ഒട്ടും നടക്കാനും സ്വന്തം കാര്യം പോലും നോക്കാൻ പറ്റാത്ത ഒരു നിലയിലേക്ക് എപ്പോഴും നെഞ്ചുവേദനയായിട്ടിരിക്കുന്നവർ. അപ്പം ഇവരെല്ലാം മരുന്നും കഴിക്കുന്നുണ്ടാകും, കൊളസ്ട്രോളിന് വേണ്ടിയിട്ടും ഉള്ള മരുന്നും കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പം അതുപോലെ അൺകൺട്രോൾഡ് ഡയബറ്റീസ് പേഷ്യൻ്റ് മരുന്നൊക്കെ ഉണ്ടാകും, പക്ഷേ ഡയബറ്റീസ് ഒട്ടും കൺട്രോൾ ആവില്ല. അപ്പം ഇത്തരം പേഷ്യൻസാണ് യൂഷ്വലി വരുന്നത്. പിന്നെ ചിലരുണ്ട് ഇതിൻ്റെ കൂടെ ആർത്രൈറ്റിസും കാണും, നടുവിന് ഡിസ്ക് പ്രശ്നം കാണും, കാലിന് തരിപ്പും മരവിപ്പും ന്യൂറോപ്പതിയും എല്ലാം. യൂഷ്വലി നമ്മൾ ഇതിലേക്ക് വരുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഉണ്ടാകുന്നവരായിരിക്കും എന്നുള്ളതാണ്. നമ്മളിതിൽ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷനും എക്സസൈസും അതുപോലെ ടോക്സിൻസ് ഉള്ളിൽ ചെല്ലുന്നത് കുറയ്ക്കാനുമാണ്. അപ്പം നമ്മളുടെ ബോഡി സിസ്റ്റത്തിന് ഒരു റെസ്റ്റ് കൊടുക്കുന്ന പോലെയും അതേസമയത്ത് വേണ്ട ന്യൂട്രീഷൻ എല്ലാം കൊടുക്കുന്ന പോലെയാണ് വരുന്നത്. അപ്പം വളരെ ഫാസ്റ്റായിട്ട് തന്നെ ട്രൈഗ്ലിസറൈഡ് ശരിക്കും നമ്മൾ യൂഷ്വലി ഇത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 8th ഡേ ആകുമ്പോൾ തന്നെ ഡിസ്ലൈപ്പിഡീമിയ ഉള്ളവർക്കും ഓർ ഈ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ നോർമലാണ്, പക്ഷേ അവർ മരുന്ന് കഴിക്കുന്നവർ ആദ്യം നോക്കുമ്പോൾ ചിലപ്പോൾ നോർമലായിരിക്കും, എന്നാലും മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പം നമ്മൾ നോർമലായിട്ടുള്ളവർക്കാണെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെ ഡോസ് പതുക്കെ കുറയ്ക്കാൻ തുടങ്ങും. എന്നിട്ട് 8ാം ദിവസം നോക്കും. 8ാം ദിവസം നോക്കുമ്പോൾ മിക്കവാറും ട്രൈഗ്ലിസറൈഡൊക്കെ നോർമൽ തന്നെ ആയിരിക്കും. ഓൾറെഡി നോർമലാണെങ്കിൽ നോർമലായിരിക്കും, ഇല്ലെങ്കിൽ കൂടുതലുള്ളവരും നോർമലായിരിക്കും, നോർമലായിട്ടുണ്ടാവും മിക്കവാറും. 8th ഡേ തന്നെ മിക്കവാറും അറ്റ്ലീസ്റ്റ് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ നോക്കി പിന്നെ 15th ഡേ നോക്കും, പിന്നെ 30th ഡേ നോക്കും. അങ്ങനെ ബ്ലഡ് ലെവൽ നോക്കിക്കൊണ്ടാണ് കുറയുന്നതനുസരിച്ചായിരിക്കും കുറച്ചുകൊണ്ട് വരുന്നത്. അപ്പം ഇത് ഓരോ വ്യക്തിക്കും അത് വ്യത്യസ്തമായിരിക്കും എന്നുള്ളതുമാണ്.
ചിലർ നന്നായിട്ട് നോക്കും, അപ്പം വളരെ ഫാസ്റ്റായിട്ട് പറയും. പിന്നെ ഒത്തിരി ഒബേസൊക്കെ ആയിട്ടുള്ളവർക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ താമസമായിരിക്കും. കാരണം നമ്മളുടെ ബോഡിയിൽ നിന്നുള്ള നമ്മൾ കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഒക്കെ കുറച്ച് കഴിയുമ്പോഴും നമ്മുടെ ബോഡിയിൽ നിന്ന് സ്റ്റോർഡ് ഫാറ്റ് റിലീസ് ചെയ്യാൻ തുടങ്ങും. അപ്പം അതിൻ്റെതായിട്ടുള്ളതും കൂടെ കുറച്ചൊക്കെ വരും. അപ്പം അത് ഓരോരുത്തരുടെ ബോഡിയുടെയും കൂടെ അനുസരിച്ചാണ്. ജനറലി കാണുന്നത് നമ്മൾ കറക്റ്റായിട്ട് നോക്കുന്ന പേഷ്യൻറ്റും കൂടെയാണ് വിതിൻ എ മന്ത് മരുന്ന് എത്ര 1, 2, 3 ഒക്കെ ഉണ്ടെങ്കിലും കുറച്ചുകൊണ്ട് ഒന്ന് നിർത്താൻ പറ്റും എന്നുള്ളതാണ്. ചിലർ നമ്മൾ കാണാറുണ്ട് 3 തരം മരുന്നൊക്കെ ആയിരിക്കും ഈ ഫെനോബൈപ്രേറ്റും നിക്കോട്ടിനിക് ആസിഡും സ്റ്റാറ്റിൻ്റെ ഏറ്റവും ഹൈസ്റ്റ് ഡോസ് പ്ലസ് ഫെനോബൈപ്രേറ്റ് പിന്നെ ചിലപ്പോൾ 1, 2 ടാബ്ലറ്റും കൂടെ പോലും കഴിക്കുന്നവരെ കാണാറുണ്ട്. എന്നാലും അവരുടെ ട്രൈഗ്ലിസറൈഡ് നോർമൽ ആവില്ല, കൊളസ്ട്രോൾ കുറഞ്ഞിട്ടുണ്ടാകും പലപ്പോഴും. പക്ഷേ ചിലപ്പോൾ കൊളസ്ട്രോളും അത്ര കൺട്രോൾ ആയിരിക്കുകയില്ല. ഇത്തരം പേഷ്യൻസിന് പോലും, അതായത് ഈ ഒരു ഹെവി ഡോസ് എടുത്താലും ചിലപ്പം ട്രൈഗ്ലിസറൈഡ് ഒക്കെ 300ഉം 400ലും ആയിരിക്കും എന്നിട്ട് നിൽക്കുന്നത്. അപ്പം ഇത്തരം പേഷ്യൻസിന് പോലും ട്രൈഗ്ലിസറൈഡ് ഒക്കെ നോർമലിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇതിനെ മന്ത് മരുന്ന് കുറച്ചുകൊണ്ടൊന്നും പല പേഷ്യൻസും ഉണ്ട്, ഒരാളും മാത്രമൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഹെവി ആയിട്ട് ഈ ഡിസ്ലൈപ്രീമിയയ്ക്ക് വേണ്ടിയിട്ട് സാധാരണ പ്രഷറിനും ഷുഗറിനും ഒക്കെയാണ് 3ഉം 4ഉം മരുന്ന് കഴിക്കുന്ന കാണാറുള്ളത്. പക്ഷെ വെരി റെയർ ആയിട്ട് പേഷ്യൻസിനെ കാണാറുണ്ട് 2ഉം 3ഉം 4ഉം ഒക്കെ മരുന്ന് ഈ ഡിസ്ലൈപ്പിഡീമിയയ്ക്ക് വേണ്ടിയിട്ട്, കൊഴുപ്പ് കൂടുന്നതിന്, രക്തത്തിലെ കൊഴുപ്പ് കൂടുന്നതിന് വേണ്ടിയിട്ട് കഴിക്കുന്നവർ, അവർക്കാണേലും കുറച്ചുകൊണ്ട് വന്ന് നിർത്താൻ പറ്റുന്നില്ല. പക്ഷെ എല്ലാം പേഷ്യൻറ്റിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത്തരം പേഷ്യൻസ് എല്ലാം നമ്മൾ കാണുന്നത് ജനറലി ഓവർ വെയ്റ്റും കൂടെ ആയിരിക്കും. പ്രത്യേകിച്ച് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇങ്ങനെ 3, 2ഉം 1ൽ കൂടുതൽ മരുന്ന് പ്രത്യേകിച്ച് ഹൈ ഡോസ് കൊളസ്ട്രോളിനൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നവരെല്ലാം ഓവർ വെയ്റ്റും കൂടെ ആയിരിക്കും. അപ്പം നമുക്ക് റിസൾട്ട് കിട്ടുമ്പോൾ നമ്മൾ പേഷ്യൻ്റ് കറക്റ്റായിട്ട് നോക്കുന്നുണ്ടോ എന്ന് അറിയാൻ ഈ ഓവർ വെയ്റ്റ് ഉള്ളവരും ബോഡിയിൽ കൊഴുപ്പ് കൂടുതലുള്ളവരും ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിന് വരുന്ന വ്യതിയാനം കൂടെയാണ് നോക്കുന്നത്. ഇല്ല ഡോക്ടർ ഞാൻ എല്ലാം കറക്റ്റായിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കറിയാം പേഷ്യൻ്റ് കറക്റ്റായിട്ട് നോക്കുന്നില്ലെങ്കിൽ അതാണ് നമ്മളുടെ ഒരു പ്രത്യേകത. പേഷ്യൻ്റ് എത്ര പറഞ്ഞു കഴിഞ്ഞാലും കറക്റ്റായിട്ട് അവർ എല്ലാവരും എപ്പോഴും അത്ര സത്യസന്ധമായിട്ടൊന്നും ആവണമെന്നില്ലല്ലോ, ചിലർ പ്രത്യേകിച്ചും ഉണ്ട്. ഇല്ല ഞാൻ എല്ലാം കറക്റ്റായിട്ട് നോക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ വെയിറ്റ് കുറയുന്നില്ല. അങ്ങനെ വരാൻ പറ്റില്ല. കാരണം എക്സസൈസ് നമ്മൾ ചെയ്യുന്നുണ്ട്, കാലറി കുറച്ചുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എനർജി വേണമല്ലോ, നമുക്ക് മെറ്റബോളിസം നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസും കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ കാലറി ബേണിങ് കൂടുതൽ വരും. അപ്പം അത് നടക്കുന്നില്ലെങ്കിൽ എന്തിലേലും കുറവ് വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം പിന്നെ അതുപോലെ തന്നെ ഈ ന്യൂട്രിയൻ്റ് ആണെങ്കിലും ചിലർ പറയും നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ നല്ല എല്ലാ ന്യൂട്രിയൻറ്റും കറക്റ്റ് പ്രൊപ്പോർഷനിൽ കൊടുക്കുക എന്നുള്ളതും കൂടെയാണ് വരുന്നത്. അത് ഏറ്റവും ലോ കാലറിയിൽ. കാലറി നമുക്ക് എല്ലാ ഫുഡിലും ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ കൂടുതൽ ഭക്ഷണം കഴിക്കണം, ഓവർ വെയ്റ്റ് ഉള്ളവരാണെങ്കിൽ മറ്റ് കാലറി കുറയ്ക്കുക. പക്ഷെ നമ്മളൊരു വെരി ലോ കാലറി ഡയറ്റിൽ നിന്ന്, നാച്ചുറൽ ഫുഡിൽ നിന്ന് നമുക്ക് വേണ്ട ന്യൂട്രീഷൻ എല്ലാം കിട്ടാൻ സാധിക്കുകയില്ല ബേസിക്കലി. അതാണ് നമുക്കൊരു 2000 കാലറി ഡയറ്റിലാണെങ്കിൽ നമുക്ക് ഏകദേശം ന്യൂട്രീഷനൊക്കെ ഏകദേശം ഒപ്പിച്ചെടുക്കാൻ പറ്റും. ഒരു എന്താ ഡയറ്റീഷ്യൻ നോക്കിയാൽ നമുക്ക് അതാണ് അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ നോക്കുന്നത്. പക്ഷേ 2000 കാലറി ഡയറ്റും കഴിച്ചുകൊണ്ട് ഇന്ന് നമ്മളുടെ ഈ ഓവർ വെയ്റ്റ് ഉള്ളവരെ ഒന്നും ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സെഡൻറ്ററി ലൈഫിൽ 1500, 1000 പോലും വേണ്ട ശരിക്കും, അത്രയ്ക്ക് കുറച്ചാണ് നമുക്ക് വേണ്ടി വരുന്നുള്ളൂ. അപ്പം വെയിറ്റ് കുറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലും കുറച്ച് നമ്മളെപ്പോഴും ഒരു 650 കാലറിയിൽ എല്ലാ ന്യൂട്രീഷനും എത്തിക്കാനാണ് നോക്കാറുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ച് എക്സസൈസും കൂടെ ചെയ്യുമ്പോൾ നമുക്കൊരു ഓരോ ആഴ്ച തന്നെ തുടക്കത്തിലൊക്കെ ഒരു 2 ചില യങ്സ്റ്റേഴ്സും പ്രത്യേകിച്ച് ഓവർ വെയ്റ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ 1 മാസം കൊണ്ട് തന്നെ 10% കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ്. കറക്റ്റായിട്ട് വേണമെന്ന് വെച്ച് നോക്കുകയാണ്. പിന്നെ ഓൺ ആൻ ആവറേജ് നമ്മൾ നന്നായിട്ട് നോക്കുന്ന ഒരു പേഷ്യൻറ്റിന് 3 months കൊണ്ട് 20% വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അതായത് 100 കിലോ ഉള്ള ഒരാൾക്ക് 80 കിലോയിലേക്ക് 3 മാസം കൊണ്ട് വരാൻ പറ്റും. പിന്നത്തെ 3 മാസം കൊണ്ട് അത്ര ഫാസ്റ്റായിട്ട് കിട്ടണമെന്നില്ല. എന്നാലും നന്നായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 10 to 15 kg കുറയ്ക്കാൻ പറ്റും. അതായത് വീണ്ടും ഒരു 70ക്ക് താഴേക്ക് കൊണ്ടുവരാൻ പറ്റും. മിക്കവാറും അത്രയൊക്കെ വരുമ്പോഴേക്കും ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇത് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഫാസ്റ്റായിട്ട് കുറഞ്ഞാൽ പ്രോബ്ലം വരികയല്ലേ, എന്നാൽ പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇപ്പോൾ ചിലർ സംശയം ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ കറക്റ്റ് ന്യൂട്രീഷൻ എടുത്തുകൊണ്ട് കറക്റ്റായിട്ടുള്ള രീതിയിൽ എക്സസൈസും റെസ്റ്റും ഒക്കെ വന്നുകൊണ്ട് നമ്മൾ ഈ 20% ഒരു 3 months കുറയ്ക്കുന്നതുകൊണ്ട് ഒരു പ്രോബ്ലം വരാറില്ല. നമ്മളത് ഫാസ്റ്ററായിട്ട് റിസൾട്ട് കിട്ടും. കാരണം ഫുഡ് കൺട്രോളൊക്കെ ഒത്തിരി നാൾ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ വൺസ് നമ്മൾ നോർമൽ വെയിറ്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കൺട്രോൾ അധികം വേണ്ടി വരുന്നില്ല. പിന്നെ നമുക്ക് വെയിറ്റ് കൂടാതെ നോക്കിയാൽ പോരെ. ആദ്യത്തെ സമയത്താണ് ഇത് കുറച്ചുകൊണ്ട്
വെയിറ്റ് കുറയേണ്ടത്. അപ്പോൾ ഒരു 3 to 6 months കൊണ്ട് നമ്മൾ ബോഡി കറക്റ്റ് ചെയ്യിപ്പിക്കാനാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ ഒത്തിരി ഒബീസ് ആയിട്ടുള്ളവർക്ക് നമ്മൾ ആ 3 മാസം 6 മാസം കൊണ്ട് പറ്റണമെന്നില്ല. ചിലപ്പോൾ ഒരു കുറച്ചുകൂടി എക്സ്റ്റെൻഡഡ് ആയിട്ട് എടുക്കാം. പിന്നെ നമ്മൾ ഉഴപ്പുവാണെങ്കിലും ഉഴപ്പിയാൽ നമ്മൾ കൂട്ടി എന്ത് ചെയ്യും. പക്ഷെ പ്രോബ്ലം കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഈ സിംറ്റമാറ്റിക് റിലീഫ് ആരും ജസ്റ്റ് കൊളസ്ട്രോൾ ബ്ലഡ് കണ്ടോന്നും പറഞ്ഞ് ആരും ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് സ്റ്റൈലിലൊക്കെ ഒരു ചേഞ്ച് വരുത്തണം. പിന്നെ ഇതിനൊരു കോസ്റ്റ് ഫാക്ടർ വരും. അപ്പം കുറച്ചൊരു എക്സ്പെൻസും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് യൂഷ്വലി ജസ്റ്റ് ഒരു കൊളസ്ട്രോൾ ഉള്ളവർ അല്ല, അതൊക്കെ ജസ്റ്റ് കൊളസ്ട്രോൾ മാത്രമേ ഉള്ളൂ, ഇത്തിരി BP മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെ ഒരു തുടക്കമുള്ളവരൊക്കെ സെൽഫായിട്ട് നോക്കി കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ല അതിൽ കൂടുതലുണ്ട്, ഒത്തിരി ഓവർ വെയ്റ്റും ഉണ്ട്, ഡയബറ്റീസും ഉണ്ട്, ഹൈപ്പർ ടെൻഷനും, അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി പറഞ്ഞു, അങ്ങനെയൊക്കെ ഉള്ളവർ നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കുക. എപ്പോഴും നമ്മൾ ആൻജിയോപ്ലാസ്റ്റിക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഏത് സർജറി ആണെങ്കിലും നമുക്ക് ഈവൻ ആൻജിയോപ്ലാസ്റ്റിയോ ഈവൻ വെരിക്കോസ് വെയിൻ സർജറിയോ മുട്ട് മാറ്റി വയ്ക്കുക സിസ്റ്റക്ടറിവറിയോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനത്തെ മേജർ സർജറീസ് ഒക്കെ പറയുന്ന പേഷ്യൻസാണ് ഇതിലേക്ക് വരാറുള്ളത്. അപ്പോൾ അപ്പോഴേക്കും അവരൊന്ന് മെൻ്റലി ഞാനൊന്ന് ലൈഫ് സ്റ്റൈലൊക്കെ കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആകും, കുറച്ച് ഫുഡ് കൺട്രോൾ ചെയ്യാൻ വില്ലിങ് ആണ്, ഈവൻ കുറച്ച് എക്സ്പെൻസൊക്കെയാണ്, കാരണം എന്തിനാണേലും ഒരു കോസ്റ്റ് വരുമല്ലോ, അതിനൊക്കെ സ്പെൻഡ് ചെയ്യാനും വില്ലിങ് ആണെന്നുള്ള ഒരു നിലയിലുള്ളവരാണ് യൂഷ്വലി ഇതിനകത്ത് വരാറുള്ളത്. അപ്പം വിതിൻ മന്ത് തന്നെ ഈ കൊളസ്ട്രോളിൻ്റെ മരുന്നുകൾ, ഈവൻ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസ് വേറെ രീതിയിലാണ്, ടൈപ്പ് 2 ഡയബറ്റീസ് ആയിരിക്കും ഇത്തരം പേഷ്യൻസിനല്ല. അവർ ഒക്കെ ഡയബറ്റിക് മെഡിസിൻസ് എല്ലാം ഡേ 1 തന്നെ സ്റ്റോപ്പ് ചെയ്യുക. ഇപ്പം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം പലരുടെയും HbA1c 10 12 ഒക്കെ ആയിരിക്കും. ഈവൻ 14 ഉള്ളവരെയും നമ്മൾ കാണാറുണ്ട്. 4 നേരം ഇൻസുലിൻ എടുക്കുന്നുണ്ട്, HbA1c 14 15 അങ്ങനെയുള്ളവരെയും കാണാറുണ്ട്. ഇതൊക്കെ നമ്മൾ 8th ഡേ ആകുമ്പോഴേക്കും തന്നെ HbA1c നോക്കും. സാധാരണ മന്ത്സിനെ 3 മാസം കൂടുമ്പോൾ എന്നൊക്കെ പറയുന്നത് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ഫാസ്റ്റാണ് റിസൾട്ട്. അതുകൊണ്ട് നമ്മൾ ഫാസ്റ്റായിട്ട് തന്നെ കുറയുന്നുണ്ടോ എന്ന് നോക്കും. 8th ഡേ വരുമ്പോഴേക്കും കറക്റ്റായിട്ട് നോക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ HbA1c കുറഞ്ഞു വരും എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു പേഷ്യൻ്റെ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്ന് ഫോളോ അപ്പിന് വന്നൊരു പേഷ്യൻ്റാണ്. അദ്ദേഹം നമ്മൾ തുടങ്ങുമ്പം 4 നേരം ഇൻസുലിൻ എടുക്കുന്ന പേഷ്യൻ്റായിരുന്നു, ഡയബറ്റീസ്, കൊളസ്ട്രോളും എല്ലാത്തിനും മരുന്നുമുണ്ട്. അദ്ദേഹത്തിന് തുടങ്ങുമ്പോൾ 14 പോയിൻറ്റ് സംതിങ് ആയിരുന്നു HbA1c. 90 ഡേയ്സ് ആയപ്പോഴേക്കും 8 പോയിൻറ്റിലേക്ക് വന്നു. അതേസമയത്ത് നമുക്ക് 8 9 ഒക്കെ നിൽക്കുന്നവർക്കാണെങ്കിൽ 90 ഡേയ്സ് ആകുമ്പോഴേക്കും 5.5 താഴെ എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇത്രയും കൂടി നിൽക്കുന്നത് കുറച്ച് പ്രായമുള്ള ആളാണ്, അറൗണ്ട് 60സിലുള്ള ആളാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെയും പ്രായവും കൂടെ അനുസരിച്ചിരിക്കും. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിനാണേലും 160, അത് 6 months ആകുമ്പോഴേക്കും ഇപ്പം 8.2 ആയ സ്ഥിതിക്ക് ഒരു അടുത്ത 3 മാസത്തിനുള്ളിൽ ഡെഫിനറ്റ്ലി കറക്റ്റായിട്ട് നോക്കിയാൽ ഒരു 5.5ലേക്ക് എത്താം. അപ്പോൾ അത് മരുന്നിലുണ്ടായിരുന്നതായിരുന്നു എന്ന് ഓർക്കണം. മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പം ഒരിക്കലും കൺട്രോൾ ആയിരുന്നില്ല. ഇടയ്ക്ക് ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോവും, ഹൈപ്പറിലേക്ക് പോവും, ഹൈപ്പോയിലേക്ക് പോവും. ഇങ്ങനെ ഭയങ്കര ട്രബിൾസം ആയിരിക്കുന്നവർക്ക് പോലും ഈസി ആയിട്ട് ബ്ലഡ് ഷുഗർ കൺട്രോൾ കിട്ടും. പിന്നെ ബ്ലഡ് ഷുഗർ കൺട്രോൾ കിട്ടേണ്ടത് ഇതിനെല്ലാം ആവശ്യമാണ്. കൊളസ്ട്രോൾ മാത്രമായിട്ടോ പ്രഷർ മാത്രമായിട്ടോ ഇപ്പം ചില പേഷ്യൻസ് വരും, എനിക്ക് ആർത്രൈറ്റിസാണ് ഡോക്ടർ, എനിക്ക് പ്രഷറും ഷുഗറും ഒന്നും എനിക്കൊരു പ്രശ്നമല്ല, അതൊന്നും എനിക്ക് വിഷയമല്ല, അതൊക്കെ ഞാൻ മരുന്ന് കഴിച്ചോളാം, പക്ഷെ എൻ്റെ ആർത്രൈറ്റിസ് മാറ്റിത്തരണം. പക്ഷെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാത്തിനും അതിൻ്റെ കുറവ് ഒന്ന് പാരലായിരിക്കും. കാരണം മരുന്നും കൂടെ കുറച്ചുകൊണ്ട് വന്ന് നിർത്തുമ്പോഴാണ് ഈ ആർത്രൈറ്റിസും അല്ലെങ്കിൽ നമുക്കൊരു ഹീലിംഗ് പ്രോസസ്സ് പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ അതുകൂടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പം ബേസിക്കലി നമ്മൾ മരുന്ന് ആണെങ്കിൽ ഓരോ അസുഖത്തിനും ഓരോന്നായിട്ട്, ഇതെല്ലാം സിംറ്റമാറ്റിക്, നമ്മുടെ അസ്വസ്ഥത കുറയ്ക്കാൻ മാത്രമാണ് മരുന്നിന് പറ്റുക. സിംറ്റമാറ്റിക്, ഷുഗർ ഉള്ളവർക്ക് ഗ്ലൂക്കോസ് കുറയ്ക്കുക, പ്രഷർ ഉള്ളവർക്ക് പ്രഷർ കുറയ്ക്കുക, അങ്ങനെ ഓരോന്നിനും ഓരോരോ മരുന്നുകൾ, ഒന്നിൽ കൂടുതൽ മരുന്ന് വേണ്ടി വരും. അതേസമയത്ത് ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വഴി നമ്മൾ കറക്റ്റ് ചെയ്യാൻ നോക്കുമ്പം കറക്റ്റ് ന്യൂട്രീഷൻ കൊടുക്കുക, കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യുക, ബോഡിയെ കറക്റ്റ് ചെയ്യുക, അത്രയും മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലങ്ങനെ സൈഡ് ഇഫക്റ്റ് ഒന്നും വരാനില്ല, നമുക്ക് വെരി ഫാസ്റ്റ് റിസൾട്ടാണ് വരുന്നത്. അപ്പം ഒറ്റ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഫാസ്റ്റ് റിസൾട്ട് വരുമ്പോഴേക്കും ഉഴപ്പാൻ തുടങ്ങും എന്നുള്ളത് മാത്രമാണ്. അപ്പം ഹാർട്ട് അറ്റാക്ക് ആണ് ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞവരാണെങ്കിലും വേദനയും മാറി അസ്വസ്ഥയും കുറഞ്ഞ്, ഞാൻ ഓർക്കുന്നൊരു പേഷ്യൻറ്റ് 3-4 പ്രാവശ്യം സെൻറ്റിട്ട് ബൈപ്പാസും കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, ഹാർട്ട് മാറ്റി വയ്ക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പേഷ്യൻറ്റ് അദ്ദേഹത്തിന് ഒരു 1 മാസമായപ്പോൾ തന്നെ സിംറ്റം ഫ്രീ ആയി. അപ്പോൾ 2ാമത്തെ മാസം വന്നപ്പോൾ തന്നെ കൃത്യസമയത്ത് വന്നില്ല. അപ്പോൾ അദ്ദേഹം പഴയ ഒരു 1-2 വർഷമായിട്ട് കാര്യമായിട്ട് ആക്ടിവിറ്റീസ് പോലും ഇല്ലാതിരുന്ന ആൾ
2 മാസം കഴിഞ്ഞപ്പോഴേക്കും ബിസിനസ്സൊക്കെ റീസ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് ആകെ തിരക്കാണ്. എക്സസൈസൊന്നും അത്ര കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഉഴപ്പാൻ പോകും. അതാണ് ഒരു പ്രോബ്ലം കാണുന്നത്. ഈവൻ സിംപ്റ്റംസ് ഇല്ലെങ്കിൽ ആൾക്കാർ ആ കറക്റ്റായിട്ടുള്ളൊരു ഫോളോ അപ്പിന് പോലും വരികയില്ലെന്നുള്ളതാണ്. 90 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് നമ്മൾ ആക്ച്വലി 90 കഴിഞ്ഞാലും 160 വരെ കണ്ടിന്യൂ ചെയ്ത് ഫോളോ അപ്പ് എടുക്കണം. അത് കഴിഞ്ഞ് പിന്നെ 3 മന്ത്സ്, പിന്നെ 1 ഇയർ ആകുമ്പോൾ പിന്നെ 6 മന്ത്സ് അത് നോക്കിയാണ്. പക്ഷെ അത്രയും പോലും മറ്റേതാണ് ഹാർട്ടിനൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ മാസവും അല്ലെങ്കിൽ പോയി കാർഡിയോളജിസ്റ്റിനെ മറ്റേ എല്ലാ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണേലും ജസ്റ്റ് ഇത്രയും പോലും ചെയ്യാൻ മടി കാണിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പം കുറച്ചുകൂടെ സിംറ്റം മാറിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ അസ്വസ്ഥത മാറിക്കഴിയുമ്പോൾ എല്ലാവരും ഉഴപ്പും. അതാണ് ഒരു മേജർ പ്രോബ്ലമായിട്ട് കാണുന്നത്. മേജറില്ല, പിന്നെയും അത് വരുമ്പോഴേക്കും പിന്നെയും പതുക്കെ ചിലപ്പം പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞ് മരുന്നൊക്കെ റീസ്റ്റാർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മുതൽ വീണ്ടും തുടങ്ങേണ്ടി വരും. പിന്നെ അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് പോകാൻ പറ്റില്ല. മരുന്ന് കഴിക്കുന്നവർ നമ്മൾ പിന്നെയും റീസ്റ്റാർട്ട് ചെയ്ത് മോണിറ്ററിങ് ചെയ്ത് പോകേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ കോസ്റ്റും അതുപോലെ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളും വരും. അതുകൊണ്ട് എപ്പോഴും സ്റ്റാർട്ട് ചെയ്താൽ നമ്മളത് പിന്നെ അതൊരു ലൈഫ് സ്റ്റൈൽ പാറ്റേൺ ആയിട്ടും ഇടയ്ക്ക് മോണിറ്റർ ചെയ്തുകൊണ്ടും ജീവിതശൈലി കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ എന്നുള്ളതാണ് നമുക്കുണ്ട്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കുമാണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാകും. ഡോക്ടറേക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോയും ചികിത്സ എങ്ങനെയാവണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും 2:30 ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നത് നല്ലതാണ്. താങ്ക് യു.